ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റോറി കേൾക്കാം. ഒന്ന് ലൈക്ക് അടിച്ച് കാണുക. കഥയുടെ തുടക്കത്തിൽ തന്നെ എന്നും കാണുന്ന തൻ്റെ ഉറക്കം കളയുന്ന സ്വപ്നമാണിപ്പോൾ ഗൗതമന് റീഗൽ പാലസ്. ചെറുപ്പത്തിൽ മുത്തച്ഛൻ്റെ നാവിൽ നിന്നും കേട്ടതൊക്കെയും ആ കൊട്ടാരത്തെയും അതിനെ ചുറ്റിക്കിടക്കുന്ന അത്ഭുത ലോകത്തെയും കുറിച്ച് മാത്രമാണ്. പക്ഷേ അടുത്തിടെയാണ് കാരണവന്മാരായി കൈമാറി വരുന്ന ചില താളിയോല ഗ്രന്ഥങ്ങൾ തൻ്റെ കൈകളിലേക്ക് എത്തിപ്പെട്ടത്. കലാലയ വസന്തം ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയപ്പോൾ ബാക്കി വെച്ച അക്ഷരക്കൂട്ടുകളും പുസ്തകക്കെട്ടുകളും തട്ടിൻപുറത്തേക്ക് മാറ്റുന്നതിൻ്റെ ഇടയിലാണ് മുത്തച്ഛൻ്റെ ഈട്ടിപ്പെട്ടിയിൽ നിന്നും ആ താളിയോലക്കെട്ടുകൾ തന്നിലേക്ക് എത്തപ്പെടുന്നത്. ചെറുപ്പത്തിൽ മുത്തച്ഛൻ്റെ പിന്നാലെ നടന്ന് താളിയോല ഗ്രന്ഥങ്ങൾ വായിക്കാനൊക്കെ പഠിച്ചതുകൊണ്ട് തന്നെ ആ താളിയോലക്കെട്ടുകൾ കൈകളിലേക്ക് എത്തിയപ്പോൾ ഒരു കൗതുകത്തിൽ വായിച്ചു തുടങ്ങിയതാണ്. മലയാളമാണെങ്കിൽ തന്നെയും പഴയ ലിപി വായിച്ചെടുക്കുക ഒരല്പം ബുദ്ധിമുട്ടാണ്. മനസ്സിലാകാത്ത പല അക്ഷരങ്ങളും അക്കങ്ങളും മുത്തച്ഛനാണ് ചെറുപ്പത്തിൽ പറഞ്ഞു തന്നത്. ചേമണ്ണൂർ ശങ്കു എന്ന തലക്കെട്ടെഴുതിയ ആ താളിയോലക്കെട്ടുകളാണ് ഇന്ന് തൻ്റെ ഉറക്കം കളയുന്നത്. ചേമണ്ണൂർ ശങ്കു മുത്തച്ഛൻ്റെ മുത്തച്ഛനാണ് 200 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റീഫൻ ഐവർട്ട് എന്ന വൈസ്രോയിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട കൊട്ടാരത്തിൻ്റെ നിർമ്മാണ രീതികളെക്കുറിച്ചും അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചുമാണ് തനിക്ക് കിട്ടിയ ആ താളിയോലക്കെട്ടുകളിൽ ഉണ്ടായിരുന്നത്. വാതിലുകളുടെയും രഹസ്യാറകളുടെയും ഊരാക്കുടുക്ക് പൂട്ടുകളുടെയും നിർമ്മാണത്തിൽ പ്രാവീണ്യം തെളിയിച്ച നാട്ടുകാരെയും ബ്രിട്ടീഷ് വൈസ്രോയിമാരെയും അത്ഭുതപ്പെടുത്തി ഇരുമ്പ് പണിക്കാരനായിരുന്ന ചേമണ്ണൂർ ശങ്കു എന്ന തൻ്റെ മുത്തച്ഛൻ 900 ഏക്കർ വനത്തിൻ്റെ ഒത്ത നടുക്കായാണ് പാലസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആഡംബരത്തിൻ്റെ അവസാന വാക്കായി ബ്രിട്ടനിൽ നിന്നും വരുന്ന വൈസ്രോയിമാർക്ക് താമസിക്കാനും ഇന്ത്യയിൽ നിന്നും അവർ സൂത്രത്തിൽ കവർന്നെടുക്കുന്ന അമൂല്യ രത്നശേഖരങ്ങളും അത്ഭുത വസ്തുക്കളും ബ്രിട്ടനിലേക്ക് കടത്തുന്നതിനായി ഒളിപ്പിക്കാനുള്ള ഇടത്താവളമായാണ് അവർ പാലസ് ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെയൊരു പാലസ് ഉള്ളതിനെക്കുറിച്ച് പുറംലോകം അറിയാതിരിക്കാൻ ബ്രിട്ടീഷുകാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 3 ഏക്കറിൽ 9 മുറികളിലായി ഒറ്റ നിലയിലാണ് പാലസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നിർമ്മാണത്തിൽ മാത്രമല്ല, ഓരോ മുറികൾക്കും വളരെയധികം പ്രത്യേകതകളോടെയാണ് പാലസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ചില മുറികൾക്ക് മേൽക്കൂരകളില്ല. പ്രകൃതിയുമായി ഇഴചേർന്ന് കിടക്കുന്ന പാലസിൻ്റെ ഉള്ളിൽ വളരുന്ന മരങ്ങൾ, മുറിയുടെ ഭാഗമായി മുറിക്കുള്ളിലൂടെ ഒഴുകുന്ന കാട്ടാറ്, ബ്രിട്ടീഷുകാർ കവർന്നുകൊണ്ടുപോയ ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ കോഹിന്നൂർ രക്തത്തേക്കാൾ വിലയുള്ള രത്നശേഖരം ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്നതായി ആ താളിയോലക്കെട്ടുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പാലസിൻ്റെ ഓരോ വാതിലുകൾക്കും സൂത്രപ്പൂട്ടുകൾ നിർമ്മിച്ചത് ശങ്കുപ്പണിക്കരാണ്. തുറക്കുന്നതിൻ്റെ ഇടയിൽ അണുവിട തെറ്റിയാൽ കള്ളിപ്പൂട്ടുകൾ വീഴുന്ന ഊരാക്കുടുക്കുകൾ, ചെമ്പും പിച്ചളയും പച്ചിരുമ്പും സ്വർണ്ണത്തരികളും മറ്റു ചില രാസവസ്തുക്കളും ഉരുക്കി ചേർത്തെടുത്ത പ്രത്യേക ലോഹക്കൂട്ടിലാണ് ഓരോ സൂത്രപ്പൂട്ടുകളും പണിതിരിക്കുന്നത്. നൂറ്റാണ്ടുകളോളം തുരുമ്പിൻ്റെയും ക്ലാവിൻ്റെയും ഒരു തരി അംശമേൽക്കാതെ നിലനിൽക്കുമെന്ന പ്രത്യേകതയാണ് ആ ലോഹക്കൂട്ടിനുള്ളത്. സൂത്രപ്പൂട്ടുകളുടെ നിർമ്മാണ രീതികളുടെയും തുറക്കേണ്ട രീതികളുടെയും എങ്ങും തൊടാത്ത ചില സൂചനകൾ മാത്രമാണ് താളിയോല കെട്ടുകളിലുള്ളത്. ആ സൂചനകൾ തന്നെയാണ് റീഗൽ പാലസ് തേടി പോകാൻ ഗൗതമനെ പ്രേരിപ്പിക്കുന്ന പ്രധാന കാരണവും. ശങ്കുപ്പണിക്കൻ്റെ പാരമ്പര്യം എത്തി നിൽക്കുന്ന കുടുംബത്തിലെ നിലവിലെ അവസാന തലമുറയിലെ അവസാന കണ്ണിയാണ് ഗൗതമൻ. അതുകൊണ്ട് തന്നെ താളിയോലക്കെട്ടുകളിൽ പറഞ്ഞിരിക്കുന്ന തൻ്റെ മാഹാത്മ്യത്തെ ഗൗതമൻ അത്രമേൽ നെഞ്ചിലേറ്റിയിരുന്നു. ആ വിദ്യകളൊക്കെ സ്വായത്തമാക്കി വരും തലമുറയ്ക്ക് പകർന്നുകൊടുത്ത് അവയൊക്കെ നിലനിർത്തുക എന്നതായിരുന്നു ഗൗതമൻ്റെ ആഗ്രഹം. അച്ഛനോടും അമ്മയോടും വിശ്വസനീയമായ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞാലേ ഇവിടെ നിന്നും മാറി നിൽക്കാനാവുകയുള്ളൂ. അതിനുള്ള കാരണങ്ങൾ തിരയുമ്പോഴും ഗൗതമൻ്റെ മനസ്സിൽ മുഴുവനും പാലസായിരുന്നു. അണുവിട തെറ്റിയാൽ കള്ളിപ്പൂട്ടുകൾ വീഴുന്ന അത്ഭുത പൂട്ടുകൾ. താളിയോലക്കെട്ടുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പൂട്ടുകളുടെ താക്കോലുകൾ കണ്ടെത്തുക എന്നതാണ് ഏറെ ശ്രമകരമായ ദൗത്യം. എന്തെന്നാൽ അവയോരോന്നും യഥാക്രമം ആ വാതിലുകളോട് ചേർന്ന ഇടങ്ങളിലോ അല്ലെങ്കിൽ മുറിയുടെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലോ ഒളിപ്പിച്ച നിലയിലാവും ഉണ്ടാവുക. ഒന്നാമത്തെ പ്രവേശന കവാടത്തിന് മാത്രം താക്കോലിൻ്റെ ആവശ്യമില്ല. അത് യഥാസമയവും തുറന്നു കിടക്കുന്നുണ്ടാവും. താക്കോൽ കണ്ടെത്തുക എന്നതിലും ശ്രമകരമായ മറ്റൊരു വലിയ കാര്യം അടുത്ത മുറിയിലേക്ക് കടക്കേണ്ടുന്ന ശരിയായ വാതിൽ കണ്ടെത്തുക എന്നതാണ്. എല്ലാ മുറിയിലും 2 വാതിലുകൾ വീതമുണ്ടാവും. ഒരു വാതിൽ അടുത്ത മുറിയിലേക്ക് തുറക്കുന്നതാണെങ്കിൽ രണ്ടാമത്തെ വാതിൽ പാലസിന് പുറത്തേക്കാണ് തുറക്കപ്പെടുന്നത്. പാലസിന് പുറത്തേക്ക് തുറക്കപ്പെടുന്ന വാതിലിലൂടെ ഇറങ്ങി നടന്നാൽ വീണ്ടും എത്തിപ്പെടുക ഒന്നാമത്തെ വാതിലിൻ്റെ മുന്നിലാവും. പക്ഷെ നടന്ന് ആ വാതിലിൻ്റെ മുന്നിൽ എത്തിയതിനു ശേഷം മാത്രമേ നമുക്കത് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഒരു മുറിയിലെ 2 വാതിലുകളുടെയും പൂട്ടുകൾ ഒറ്റ താക്കോലുകൊണ്ട് തുറക്കാൻ കഴിയുന്ന രീതിയിലാണ് ഓരോ താക്കോലുകളുടെയും നിർമ്മാണം. വളരെ സാഹസികമായ ഒരു യാത്രയ്ക്കാണ് താൻ പുറപ്പെടുന്നതെന്ന് ഗൗതമന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രയ്ക്കുള്ള മുന്നൊരുക്കങ്ങളും അതീവ രഹസ്യമായി തന്നെ ഗൗതമൻ തയ്യാറാക്കിക്കൊണ്ടിരുന്നു. ഒരു പക്ഷേ എവിടെയെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ ഒരു തിരിച്ചു വരവ് പോലും അസാധ്യമാണ്.
9ാമത്തെ മുറിയിലെ അമൂല്യമായ രത്നശേഖരത്തിൻ്റെ അടുത്തെത്തും മുമ്പ് ഓരോ മുറികളിലും പതിയിരിക്കുന്ന ചിലപ്പോൾ തൻ്റെ ജീവൻ തന്നെ കവർന്നെടുത്തേക്കാവുന്ന അപായക്കണികൾ തന്നെയാണ് അതിൻ്റെ കാരണവും. മച്ചിലെ പഴയ ഈട്ടിപ്പെട്ടിയിൽ അവശേഷിച്ചിരുന്ന താളിയോലക്കെട്ടുകൾ ഒന്നൊന്നായി പുറത്തെടുത്ത് ഗൗതമൻ വായിച്ചു തുടങ്ങി. പാലസിലെത്താനുള്ള വഴിയും ആ ഭൂപ്രകൃതിയും സ്വഭാവവും കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. ഇത്രയും പ്രത്യേകതകളോടെ നിഗൂഢമായി നിർമ്മിക്കപ്പെട്ട പാലസിലേക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ചെന്നെത്തിപ്പെടാനാവില്ല എന്ന് ഗൗതമന് ഉറപ്പായിരുന്നു. അതിനായി ആദ്യം പഠിക്കേണ്ടത് 900 ഏക്കറിൽ പണ്ട് നിലനിന്നിരുന്ന കൗശിനിക്കാടിനെ കുറിച്ചാണ്. പണ്ടങ്ങോ ദുർമരണപ്പെട്ട ആദിവാസി സ്ത്രീയുടെ പേരിലാണ് ആ കാട് അറിയപ്പെട്ടിരിക്കുന്നത്. കാടിൻ്റെ അവകാശികളായ മലവേടർ വിഭാഗത്തിലെ ഒരു സ്ത്രീയായിരുന്നു കൗശിനി. ഒരിക്കൽ ഉൾക്കാട്ടിൽ കുന്തിരം ശേഖരിക്കാൻ പോയ കൗശിനിയുടെ ശിരസറ്റ ശരീരമാണ് പിന്നീട് കണ്ടെത്തിയത്. അതവർക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ടായാലും അത്തരത്തിൽ ശിരസ് പോവുകയില്ല. പിന്നീട് കൗശിനിയുടെ ശിരസറ്റ ശരീരം കാടിൻ്റെ പല ഭാഗങ്ങളിലും പല സമയങ്ങളിലും കണ്ടു. അതോടെ കാട് കൗശിനിയുടെ വിഹാര കേന്ദ്രമായി തീർന്ന കഥകൾ പ്രചരിച്ചു തുടങ്ങി. കൗശിനിക്കാടെന്നറിയപ്പെടാനും തുടങ്ങി. കൗശിനിക്കാടിൻ്റെ പ്രത്യേകത പുറത്തുനിന്ന് ആദ്യമായി ചെല്ലുന്നയാൾക്ക് ഉൾക്കാട്ടിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാനാവില്ല എന്നതാണ്. വൃത്താകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കാടിൻ്റെ പുറമെയുള്ള 500 ഏക്കർ കാടിൻ്റെ ഉള്ളിലേക്ക് 2 തട്ടുകളായുള്ള മലകളായാണ് ബാക്കിയുള്ള 400 ഏക്കർ കാട് കിടക്കുന്നത്. പുറത്തുനിന്ന് ആദ്യമായി ചെല്ലുന്നയൊരാൾ പുറത്തുള്ള 500 ഏക്കറിൽ കിടന്ന് കറങ്ങുകയുള്ളൂ. അത് ആ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയാണ്. ഇങ്ങനെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാർ പാലസ് അവിടെ തന്നെ നിർമ്മിച്ചത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർക്ക് വഴി തെറ്റിയാൽ വഴികാട്ടികളായി ഈ മലവേടർ വിഭാഗമുണ്ടായിരുന്നു. മാത്രമല്ല ബ്രിട്ടീഷുകാർക്ക് പാലസിൽ എത്തിപ്പെടാനുള്ള രഹസ്യവഴികളും ഉണ്ടായിരുന്നു. വഴിയറിയാവുന്ന ഒരാൾക്ക് 9 മണിക്കൂറുകൾ കൊണ്ട് പാലസിലെത്താനാവും. 9 മണിക്കൂർ കൊണ്ട് പാലസിലെത്തുക എന്നത് പാലസിലേക്കുള്ള വഴി അറിയാവുന്ന ഒരാൾക്ക് മാത്രം സാധ്യമായ കാര്യമാണ്. 900 ഏക്കറിൻ്റെ ഒത്ത നടുക്കെന്ന് പറയുമ്പോൾ പാലസിലേക്കെത്താൻ താൻ പിന്നിടേണ്ടത് 450 ഏക്കറാണ്. 450 ഏക്കർ പിന്നിടാൻ 9 മണിക്കൂറിൻ്റെ ആവശ്യമുണ്ടോ? ഗൗതമന് ഒരേ സമയം അത്ഭുതവും സംശയവും തോന്നി. 500 ഏക്കർ പുറങ്കാട് കഴിഞ്ഞാൽ പിന്നീട് ഉള്ളിലേക്കുള്ള യാത്ര വളരെ ശ്രദ്ധിച്ചു വേണം. ഓരോ ചുവടും ശ്രദ്ധിക്കണം. വന്യമൃഗങ്ങൾക്കൊപ്പം തന്നെ മനുഷ്യജീവനുകൾ അപായപ്പെട്ടേക്കാവുന്ന പല ചതിക്കുഴികളും കെണികളും കൗശിനിക്കാടിൻ്റെ ഉൾക്കാടുകളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും പ്രകൃതിയാൽ തന്നെ രൂപപ്പെട്ടിട്ടുള്ളവയാണ്. വഴുക്കലുള്ള ഒറ്റത്തടിപ്പാലവും ചതുപ്പിൽ മുങ്ങിക്കിടക്കുന്ന 2.5 അടി മാത്രം വീതിയുള്ള വൈ ആകൃതിയിലുള്ള പാലവും എല്ലാം വെല്ലുവിളികളാണ്. വൈ ആകൃതിയിലുള്ള പാലത്തിൻ്റെ തുടക്കത്തിൽ മാത്രമാണ് 2.5 അടി വീതിയുള്ളത്. 2 അഗ്രങ്ങളിലായി അത് അവസാനിക്കുമ്പം 1 അടി മാത്രമേ വീതിയുണ്ടാകൂ. തുടക്കത്തിൽ നിന്നും മറുകരയിലേക്ക് എത്തുമ്പോഴേക്കും പാലത്തിൻ്റെ വീതി കുറഞ്ഞു വരികയാണ്. കായികമായും ബുദ്ധിപരമായും ഏറെ പരിശ്രമിക്കേണ്ടതുണ്ട് പാലസിലെത്താൻ. ഓരോ കെണികളും വ്യത്യസ്തമാണ്. അവ മറികടക്കണമെങ്കിൽ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. പാലസിലേക്ക് കാട്ടുവഴിയിലൂടെ അല്ലാതെ ദിശ നോക്കി സഞ്ചരിക്കാമെന്ന് വെച്ചാൽ അടയാളങ്ങൾ മലവേടന്മാർക്ക് കൃത്യമായി നിശ്ചയമുള്ളൂ. പുറങ്കാടിൻ്റെ കാട്ടുവഴികളിലൂടെ തന്നെ പോകാൻ കഴിയുകയുള്ളൂ. പുഴക്കരയിലൂടെ നീളുന്ന കാട്ടുവഴിയാണ് കൗശിനിക്കാട്ടിലേക്കുള്ള പ്രവേശന കവാടം. കൗശിനിക്കാടിനോട് ചേർന്നുള്ള കുഴിയിൽ പുഴയുടെ അക്കരെയാണ് ഉൾക്കാട്ടിലേക്ക് കയറാനുള്ള വഴി. പുഴയുടെ ഇരുവശവും ചേർന്ന് കിടക്കുന്നത് പുറങ്കാടിൻ്റെ ഒരു ഭാഗമാണ്. മഴക്കാലത്ത് കുയിൽപ്പുഴ കടക്കുക എന്നത് സാധ്യമല്ല. വേനൽക്കാലത്താണ് കൗശിനിക്കാടിനുള്ളിലേക്ക് പോകാൻ അനുയോജ്യമായ സമയമായി താളിയോലക്കെട്ടുകളിൽ പറഞ്ഞിരിക്കുന്നത്. നിറയെ പാറക്കെട്ടുകളും പാറത്തട്ടുകളും നിറഞ്ഞതാണ് കുയിൽപ്പുഴ. പാറത്തട്ട് തട്ടായുള്ള ഭാഗങ്ങളിൽ വെള്ളം ഒഴുകി രൂപപ്പെട്ട കുഴികളും വായുസഞ്ചാരമുള്ള ദ്വാരങ്ങളും വേനൽക്കാലത്ത് വൈകുന്നേരങ്ങളിലെ കിഴക്കൻ കാറ്റടിച്ചുണ്ടാകുന്ന ചൂളമടി കൊണ്ട് കുയിൽപ്പുഴ എന്നറിയപ്പെട്ടത്. ആ ചൂളമടികൾ കേട്ടാൽ കുയിലുകൾ പാടുന്നതായേ തോന്നുകയുള്ളൂ. പുഴക്കരയിലെ കാട്ടുവഴിയിലൂടെ 3 മണിക്കൂർ നടന്നാലെത്തുന്ന പാറത്തട്ടുകളിലൂടെ വേണം പുഴയുടെ മറുകരയിലെത്താൻ. വേനൽക്കാലത്ത് ഈ പാറത്തട്ടുകൾ നടക്കാൻ കഴിയും വിധം പാകമായി ഉണങ്ങിക്കിടക്കുന്നുണ്ടാവും. മഴക്കാലത്ത് ഈ പാറക്കെട്ടുകളിൽ ഒരു ചുവട് വയ്ക്കാൻ കഴിയില്ല. അത്രയ്ക്ക് അപകടകരമായ പായൽ പിടിച്ച് വഴുക്കൽ നിറഞ്ഞ പാറത്തട്ടുകളായി അത് മാറും. അവിടെ വെച്ച് ഒരു ചുവട് പിഴച്ചാൽ പിന്നെ കുയിൽപ്പുഴയുടെ കുത്തൊഴുക്ക് നമ്മളെ അടിത്തട്ടിലെ കുഴികളിലായിരിക്കും കൊണ്ടെത്തിക്കുക. അവിടെ നിന്നും ജീവനറ്റ ശരീരമല്ലാതെ പുറത്തേക്ക് വരികയില്ല. താളിയോലക്കെട്ടുകളിൽ ഓരോന്നായി വായിച്ചു കഴിയും തോറും ഗൗതമന്റെ ആശങ്കകൾക്കൊപ്പം അത്ഭുതവും കൂടിക്കൊണ്ടേയിരുന്നു. പാലസ് മാത്രമല്ല ഊരാക്കുടുക്കുകളാൽ സമ്പന്നമായത്. കൗശിനിക്കാടും ഊരാക്കുടുക്കുകളുടെയും കെണികളുടെയും കാര്യത്തിൽ സമ്പന്നമാണെന്ന് ഗൗതമൻ മനസ്സിലോർത്തു. ഓരോ വരികൾ വായിക്കുമ്പോഴും ഗൗതമന്റെ മനസ്സിൽ കൗശിനിക്കാടിൻ്റെ ഭാഗങ്ങൾ ഒന്നൊന്നായി വരച്ചിടപ്പെടുകയായിരുന്നു. എത്ര കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നാലും പാലസിലെത്തണം. ആ സൂത്രപ്പൂട്ടുകൾ കണ്ടതിൻ്റെ വിദ്യകൾ സ്വായത്തമാക്കണം. താളിയോലക്കെട്ടുകൾ വായിച്ചതിന് ശേഷം പോകുമ്പോൾ അവയും കൂടെ കൊണ്ടുപോകാൻ ഗൗതമൻ തീരുമാനിച്ചു. മുഴുവൻ താളിയോലക്കെട്ടുകളും കൊണ്ടുപോകുക പ്രായോഗികമായൊരു കാര്യമല്ല.
കൗശിനേക്കാടിനെക്കുറിച്ചും അവിടെ മറഞ്ഞു കിടക്കുന്ന കെണികളെക്കുറിച്ചുമാണ് 2 ഗ്രന്ഥങ്ങൾ. പാലസിലേക്കുള്ള വഴികളും അടയാളങ്ങളും രേഖപ്പെടുത്തിയ 2 ഗ്രന്ഥങ്ങൾ. പാലസിനെക്കുറിച്ചും സൂത്രപ്പൂട്ടുകളെക്കുറിച്ചും രേഖപ്പെടുത്തിയ 2 ഗ്രന്ഥങ്ങൾ. അങ്ങനെ ആകെ 6 ഗ്രന്ഥങ്ങൾ മാത്രമെടുത്ത് ബാക്കിയുള്ളവ ഈട്ടിപ്പെട്ടിയിൽ തന്നെ വെച്ചുപൂട്ടി. മുത്തച്ഛന്മാരായി കൈമാറി വരുന്ന പണിയായുധങ്ങൾ സൂക്ഷിക്കുന്ന ആനക്കൊമ്പിൽ കൈപ്പിടിയും ചിത്രപ്പണിയും ചെയ്ത് കരിവീട്ടിയിൽ തീർത്ത ഒരു പെട്ടിയുണ്ട്. ഗൗതമൻ ചുറ്റിനും നോക്കി. അതിപ്പോൾ ഈ തട്ടിമ്പുറത്ത് എവിടെയോ ആണ്. ഇടയ്ക്ക് അടുക്കി പുറക്കാൻ അമ്മയുടെ കൂടെ കയറിയപ്പോൾ ഒരിക്കൽ താനത് കണ്ടിട്ടുണ്ട്. വളരെ മനോഹരമായി ആനക്കൊമ്പ് കൊണ്ട് ചിത്രപ്പണി തീർത്ത ചതുരംഗപ്പെട്ടി. അങ്ങനെയായിരുന്നു അത്രേ അതിൻ്റെ പേര്. അത് പണ്ട് മുത്തച്ഛൻ പറഞ്ഞു തന്ന അറിവാണ്. പഴയ ചെമ്പുകുടങ്ങളും ചെരുവകളും കൂട്ടിയിട്ടിരുന്നതിൻ്റെ ഇടയിൽ നിന്നും ഗൗതമൻ ആ പെട്ടി കണ്ടെടുത്തു. പെട്ടിയുടെ അടപ്പ് പലകയിലും വശങ്ങളിലെ പലകയിലുമാണ് ആനക്കൊമ്പ് കൊണ്ട് ചിത്രപ്പണികൾ ചെയ്തിട്ടുള്ളത്. ചെറിയ പൂക്കളും നൃത്തരൂപങ്ങളെന്ന് തോന്നുന്ന ചില കലാരൂപങ്ങളുമാണ് കൊത്തിയിരിക്കുന്നത്. ചിത്രപ്പണികൾ പലക തുറന്ന് ഉള്ളിലേക്ക് ഇറക്കി ഉറപ്പിച്ച് പുറംഭാഗവുമായി ഒരേ നിരപ്പിലായി മിനുസപ്പെടുത്തിയിരിക്കുന്നു. തിളക്കത്തിനായി മെഴുകും എണ്ണയും തേച്ച് മിനുസപ്പെടുത്തിയിരിക്കുന്നു. അത് കയ്യിലെടുത്തപ്പോൾ അഭിമാനം തോന്നിയ അയാൾക്ക്. തൻ്റെ പൂർവികർ എത്രമാത്രം കഴിവ് നിറഞ്ഞ കലാകാരന്മാരായിരുന്നുവെന്ന് കാണിച്ചു തരികയാണ് കാലം തനിക്ക്. ആനക്കൊമ്പിൽ തീർത്ത കൈപ്പിടിയിൽ കൊത്തിയിരിക്കുന്ന വ്യാളി മുഖങ്ങൾ. പെട്ട് താഴെ വെച്ച് ഗൗതമൻ കൈപ്പിടിയിലെ ചിത്രപ്പണികളിലൂടെ അതിൻ്റെ മനോഹാരിത ആസ്വദിക്കും വിധം വിരലുകൾ ഓടിച്ചു. അപ്പോഴാണത് ശ്രദ്ധിച്ചത്. വ്യാളി മുഖങ്ങളിലെ കണ്ണുകൾ തൊടുന്നതിനനുസൃതമായി അനങ്ങുകയാണ്. അത് കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി. 2 വ്യാളി മുഖങ്ങളിലെയും കണ്ണുകൾ വിരലുകൾ കൊണ്ട് തിരിച്ച് യഥാസ്ഥാനത്താക്കി ഒരല്പം മാറ്റി പിടിച്ചു നോക്കി. കണ്ണുകൾ യഥാസ്ഥാനത്തായ വ്യാളി മുഖങ്ങളുടെ ഭംഗി ആസ്വദിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. ഒരു ഒറ്റ മണിയടി ശബ്ദത്തോടുകൂടി ചതുരംഗപ്പെട്ടിയുടെ പൂട്ട് തുറക്കപ്പെട്ടു. ഗൗതമൻ വ്യാളി മുഖങ്ങളിലെ കണ്ണുകളിലേക്ക് നോക്കി. അതെ, ഇതാണ് ചതുരംഗപ്പെട്ടിയുടെ സൂത്രപ്പൂട്ട്. എത്ര മനോഹരമായാണ് ഒരു സൂത്രപ്പൂട്ട് ഒളിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത്ഭുതത്തോടെ ഗൗതമൻ പെട്ടി തുറന്നു. കുറച്ച് പഴയകാല പടിയായുധങ്ങളും അറ്റമടച്ച ഒരു ചെറിയ കാളക്കൊമ്പ് മാത്രമാണ് അതിലുണ്ടായിരുന്നത്. കാളക്കൊമ്പ് കയ്യിലെടുത്ത് അതിൻ്റെ അടച്ചിരുന്ന വാഭാഗം വെട്ടത്തേക്ക് നീക്കിപ്പിടിച്ച് അയാൾ നോക്കി. അതിൻ്റെ അടപ്പെന്ന് തോന്നുന്ന ഭാഗത്ത് ചെറിയ ചിത്രപ്പണികളൊക്കെയുണ്ട്. കാളക്കൊമ്പ് കാതോടടിപ്പിച്ച് ഒന്ന് കുലുക്കി നോക്കി. അതിനുള്ളിൽ എന്തോ കുലുങ്ങുമ്പോൾ തട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ളത്? ഗൗതമൻ്റെ ഉള്ളിലെ ആകാംക്ഷ വർദ്ധിച്ചു. എന്തായാലും വിലപ്പെട്ട എന്തെങ്കിലും ഒന്നായിരിക്കണം ഇതിനുള്ളിൽ, അല്ലെങ്കിൽ ഇത്ര രഹസ്യമായി സൂക്ഷിക്കില്ല. ചതുരംഗപ്പെട്ടിയും കാളക്കൊമ്പും എടുത്ത് തട്ടിമ്പുറത്ത് നിന്നിറങ്ങി നേരെ തൻ്റെ മുറിയിലേക്ക് നടന്നു. കുറേയേറെ നേരമായി തട്ടിമ്പുറത്ത് കയറിയിട്ട് സമയം ത്രിസന്ധിയാവുന്നു. ഇനിയും കണ്ടില്ലെങ്കിൽ അമ്മ ചിലപ്പോൾ തട്ടിമ്പുറത്തേക്ക് കയറി വരും. ആരും കാണാതെ മുറിയിലെത്തി പെട്ടിയും കാളക്കൊമ്പും കട്ടിലിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു ഗൗതമൻ. ഇട്ടിരുന്ന ഷർട്ടൂരി തോളിലിട്ട് തോർത്തെടുത്ത് തലയിൽ കെട്ടി സോപ്പുമെടുത്ത് കുളക്കരയിലേക്ക് നടന്നു. ദേഹത്തും ഷർട്ടിലുമൊക്കെ തട്ടിമ്പുറത്തെ മുഴുവൻ പൊടിയും ചെളിയുമുണ്ട്. ഷർട്ട് കഴുകി കുളപ്പടവിൽ വെച്ച് കുളത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങുമ്പോഴും അയാളുടെ മനസ്സിൽ ചതുരംഗപ്പെട്ടിയും ആ കാളക്കൊമ്പുമായിരുന്നു. അത്താഴം കഴിച്ച് കിടന്നിട്ടും ഗൗതമന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തായിരിക്കും ആ കാളക്കൊമ്പിൻ്റെ ഉള്ളിലെന്നറിയാതെ തനിക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് അയാളുടെ മനസ്സ് പറഞ്ഞു. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ഗൗതമൻ പതിയെ എഴുന്നേറ്റ് മുറിക്കുള്ളിലെ ലൈറ്റിട്ടു. നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ശബ്ദം കേൾപ്പിക്കാതെ കട്ടിലിൻ്റെ അടിയിൽ നിന്നും പതിയെ ചതുരംഗപ്പെട്ടി നിരക്കിയെടുത്തു. പെട്ടി തുറക്കുമ്പോഴുള്ള ഒറ്റമണിനാദത്തിൽ ആരെങ്കിലും ഉണർന്നേക്കാമോ എന്ന് അയാൾ ഭയന്നു. വ്യാളി മുഖങ്ങളിലെ കണ്ണുകൾ യഥാസ്ഥാനത്താക്കി 2 നിമിഷം കാത്തിരുന്നു. ഒറ്റ മണിയടി നാദത്തോടുകൂടി പെട്ടി തുറക്കപ്പെട്ടതിനോടൊപ്പം ഗൗതമൻ തൻ്റെ കാതുകൾ കൂർപ്പിച്ച് ആരെങ്കിലും മണിയടിനാദം കേട്ട് എഴുന്നേൽക്കുകയോ വാതിലുകൾ തുറക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. പെട്ടിക്കുള്ളിൽ നിന്നും കാളക്കൊമ്പെടുത്ത് അയാൾ കാതോട് ചേർത്ത് ഒരിക്കൽ കൂടി കുലുക്കി. ഉണ്ട്, ഇതിലെന്തോ ഉണ്ട്. കാളക്കൊമ്പിൻ്റെ അടപ്പ് പോലെ തോന്നിക്കുന്ന ഭാഗത്ത് ചുറ്റും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഒരു വശത്ത് അത് തുറക്കാനുള്ള ഒരു വിടവുണ്ട്. പെട്ടിക്കുള്ളിൽ നിന്നും ഒരു ഇരുമ്പ് കഷ്ണമെടുത്ത് വിടവിലേക്ക് കടത്തിയതും അടപ്പ് തുറക്കപ്പെട്ടു. ആയാസപ്പെട്ട് തുറക്കേണ്ടി വരുമെന്ന് കരുതിയിരുന്ന അടപ്പ് പെട്ടെന്ന് തുറക്കപ്പെട്ടപ്പോൾ ഗൗതമൻ ആശ്ചര്യപ്പെട്ടു പോയി. അടപ്പ് മാറ്റിയപ്പോൾ കാളക്കൊമ്പിൻ്റെ ഉള്ളിൽ നിന്നും കാച്ചിക്കുറുകിയെടുത്ത ഒരു എണ്ണക്കൂട്ടിൻ്റെ നറുമണം മുറിയിലാകെ പരന്നു. കൊമ്പിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എണ്ണക്കൂട്ട് മേശപ്പുറത്ത് അമ്മ തനിക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവച്ചിരുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയും അതിനുള്ളിലേക്ക് കൊമ്പിനുള്ളിൽ നിന്നും ഒരു താക്കോൽ കൂട്ടം വീഴുകയും ഒരുമിച്ചായിരുന്നു. അലമാരയ്ക്കുള്ളിൽ നിന്നും ഒരു പഴയ മുണ്ടെടുത്ത് അയാൾ താക്കോൽ കൂട്ടം എണ്ണ തുടച്ചു കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തു. ശംഖിൻ്റെ ചിഹ്നം കൊത്തി 11 താക്കോലുകൾ അടങ്ങിയ ഒരു താക്കോൽ കൂട്ടം. അത്ഭുതത്താൽ ഗൗതമൻ്റെ കണ്ണുകൾ വിടർന്നു. താളിയോലക്കെട്ടുകളിൽ ഒന്നിൽ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഏത് പൂട്ടുകളും തുറക്കാൻ കഴിയുന്ന ശംഖുമണിക്കൂട്ടം എന്ന താക്കോൽ കൂട്ടം. മുതുമുത്തച്ഛന്മാരായി നിർമ്മിച്ച ഏത് പൂട്ടും ഈ താക്കോൽ കൂട്ടം കൊണ്ട് തുറക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ പാലസിലെ സൂത്രപ്പൂട്ടുകളും ഇതുപയോഗിച്ചൊരു പക്ഷേ തുറക്കാൻ കഴിഞ്ഞേക്കും. സൂത്രപ്പൂട്ടുകൾക്കുള്ള പരിഹാരം കണ്ടെത്തിയ സന്തോഷത്തിൽ ആ രാത്രി ഗൗതമൻ സമാധാനത്തോടെ കിടന്നുറങ്ങി. പാലസിലേക്ക് എത്തുന്ന വഴികൾ സ്വപ്നം കണ്ട് കിടക്കെയാണ് അമ്മയുടെ വിളിയും അതിശക്തമായ ഭൂമികുലുക്കം പോലെ എന്തോ ഒരു കുലുക്കവും ഗൗതമന് അനുഭവപ്പെട്ടത്. പെട്ടെന്ന് ഗൗതമൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു.
ഉറക്കത്തിൽ നിന്നും അമ്മ കുലുക്കി വിളിച്ച് എഴുന്നേൽപ്പിച്ചതാണ്. നിന്നെ അന്വേഷിച്ച പോസ്റ്റ്മാൻ വന്നിരിക്കുന്നു. ഉറക്കച്ചടവോടെ ഉമ്മറത്തേക്ക് ഇറങ്ങി ചെന്ന ഗൗതമൻ്റെ നേരെ പോസ്റ്റ്മാൻ ഒരു രജിസ്റ്റേർഡ് കവർ നീട്ടി. ഉപ്പിട്ട് വാങ്ങിയ കവർ മുറിയിലേക്ക് തിരികെ നടന്നുകൊണ്ട് അയാൾ തുറന്നു നോക്കി. സ്വാമി സാറിൻ്റെ കത്താണ്. പ്രകൃതി സ്നേഹിയും പരിസ്ഥിതി സംരക്ഷകനുമായ ഗണേഷ് സ്വാമി. പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ ഉണ്ടാകുമ്പോൾ സാറിൻ്റെ ഒരു രജിസ്ട്രേഡ് വരും. പ്രകൃതി സംരക്ഷണ ക്യാമ്പുകൾക്കും വനസംരക്ഷണ ക്യാമ്പുകൾക്കുമൊക്കെ താനും പങ്കെടുക്കാറുണ്ട്. കത്ത് വായിച്ചതിന് ശേഷം കവറിൽ തന്നെ ഇട്ട് ഗൗതമൻ മേശപ്പുറത്ത് വെച്ച ശേഷം കൂട്ടുവായിട്ട് തോർത്തും സോപ്പും ഉമ്മുക്കിരിയും എടുത്ത് കുളക്കടവിലേക്ക് നടന്നു. കുളത്തിൻ്റെ അടിത്തട്ടിലെ തണുപ്പിൽ നിന്നും 3-ാം തവണ മുങ്ങി നിവർന്നപ്പോഴാണ് തലയ്ക്കുള്ളിൽ പാലസിലേക്കുള്ള വഴി തെളിഞ്ഞത്. തല തോർത്തി അയാൾ വേഗം വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ ചെന്ന് ചീർപ്പെടുത്ത് മുടിയൊതുക്കി ഉമ്മറത്തെത്തിയപ്പോഴേക്കും അമ്മ കാപ്പിയും പലഹാരങ്ങളും എടുത്തു വച്ചിരുന്നു. പലഹാരങ്ങൾ മൂടി വെച്ചിരുന്ന പാത്രത്തിൽ അടപ്പ് തുറന്നതും അതിൻ്റെ ചൂട് തട്ടിയ ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറി. വെണ്ണ ചേർത്ത് നനയ്ക്കുന്ന അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ തേങ്ങാപ്പീര അധികം ചേർത്ത ചൂട് പുട്ടും പഴുപ്പേറിയ പുഴുങ്ങിയ നേന്ത്രപ്പഴവും. പുട്ടിനും നേന്ത്രപ്പഴത്തിനുമൊപ്പം അല്പം പഞ്ചസാരയും ചേർത്ത് കുഴച്ച് ഗൗതമൻ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കെ അമ്മ അടുത്തു വന്നിരുന്നു. ആരുടെ കത്താടാ വന്നേ? അമ്മ ഒരു ചെറിയ കഷ്ണം പുട്ടുകൂടി പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ചോദിച്ചു. അത് സ്വാമി സാറിൻ്റെ കത്തായിരുന്നു. മറ്റന്നാൾ സ്കൂൾ കുട്ടികൾക്കായുള്ള ഒരാഴ്ചത്തേക്കുള്ള ഒരു ക്യാമ്പ് തുടങ്ങുകയാണ്. സഹായത്തിനായി ഞാനും ചെല്ലണമെന്നാണ് പറഞ്ഞത്. അതിനു വേണ്ടിയാണോ അയാൾ ഇത്ര കാശ് മുടക്കി കത്തെഴുതിയത്? ആ ഫോണിലൊന്ന് വിളിച്ചാൽ പോരായിരുന്നോ? അമ്മ അത്ഭുതത്തോടെയും അല്പം പരിഹാസത്തോടെയും ചോദിച്ചു. സാർ ഇങ്ങനെയാണ്, ഫോൺ ഉപയോഗിക്കാറില്ല. വിവരങ്ങൾ സ്വന്തം കൈപ്പടയിൽ എഴുതി അറിയിക്കുകയാണ് ആളുടെ രീതി. അതാണ് സാറിന് ഇഷ്ടവും. എന്നിട്ട് നീ പോകാൻ തീരുമാനിച്ചോ? പിന്നെ പോകാതെ? പോകണം. ഈ അവധിക്കാലത്തെ അവസാന ക്യാമ്പാണ്. 2 ആഴ്ച കഴിഞ്ഞാൽ കുട്ടികളുടെ സ്കൂൾ തുറക്കുമല്ലേ. അമ്മ ഒന്നും മിണ്ടിയില്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകി ഗൗതമൻ മുറിയിൽ കയറി കതകടച്ചു. കട്ടിലിൽ ഇരുന്നും കിടന്നും മുറിക്കുള്ളിലൂടെ ഉലാത്തിയും തൻ്റെ ഈ തീരുമാനം ശരിയാണോ എന്ന് അയാൾ ചിന്തിച്ചു. എന്തായാലും പോവുക തന്നെ. ഇതുപോലെ മറ്റൊരവസരം കിട്ടിയെന്ന് വരില്ല. അമ്മയ്ക്കും അച്ഛനും സംശയമുണ്ടാവില്ല. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ജൂണിങ്ങെത്തും. പിന്നെ മഴക്കാലമാണ്. മഴക്കാലം തുടങ്ങിയാൽ കുയിൽപ്പുഴ കടന്ന് അക്കരെ എത്തുക അസാധ്യമാണ്. ഒരുപക്ഷെ കാലം തന്നെ ഒരുക്കിയ വഴിയാവും ഇത്. കൃത്യസമയത്ത് തന്നെ ഇങ്ങനെയൊരു ക്യാമ്പും കുയിൽപ്പുഴ കടക്കാൻ അനുയോജ്യമായ കാലാവസ്ഥയും എല്ലാം കൊണ്ടും അനുയോജ്യമായ സമയം. ഗൗതമൻ പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചു. ഉച്ചയൂണ് കഴിഞ്ഞ് ഗൗതമൻ വീടിനോട് അല്പം വിട്ട് വീട്ടുവളപ്പിൽ തന്നെയുള്ള കാർന്നോന്മാരെല്ലാം ഇരുന്ന് പണിതിരുന്ന പണിശാലയിലേക്ക് കയറി. ഇപ്പോൾ ആരും ഇങ്ങോട്ട് കയറാതെയായി. പെണ്ണുങ്ങൾക്ക് പണ്ട് തൊട്ടേ പണിശാലയിൽ പ്രവേശനമില്ല. തനിക്കും അച്ഛനുമാണെങ്കിൽ ആ പണിയൊന്നും അറിയുകയുമില്ല. ഇപ്പോൾ ആയുധപൂജയ്ക്ക് ആയുധങ്ങൾ പൂജ വയ്ക്കാൻ മാത്രമാണ് ഇങ്ങോട്ട് കയറാറുള്ളത്. ഒരു വശത്ത് അടുക്കി വച്ചിരിക്കുന്ന തടിപ്പെട്ടികളിൽ ഓരോന്നായി അയാൾ തുറന്നു നോക്കി. പാലസിലെ പൂട്ടുകൾ തുറക്കാൻ പറ്റിയ ഏതെങ്കിലും സൂചനകളോ എളുപ്പവഴികളോ ഒരുപക്ഷെ ഇവിടെ നിന്ന് കിട്ടിയേക്കാം. പെട്ടികൾ തുറന്നു നോക്കുന്നതിൻ്റെ ഇടയിലാണ് അത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പലകകളിൽ കൊത്തിയിരിക്കുന്ന ചില സൂത്രപ്പൂട്ടുകളുടെ രൂപം. ഗൗതമൻ ആ പലകകൾ പുറത്തെടുത്തു. 2 മാത്രമേ വ്യക്തമായി കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ളവ ചിതലടിച്ചു പോയിട്ടുണ്ട്. വ്യക്തമായി കാണാൻ പറ്റുന്ന പലകകൾ അയാൾ പൊടി തട്ടിയെടുത്തു. ഒരു പലകയിൽ 3 കുതിരകളെ പൂട്ടിയ ഒരു രഥത്തിന്റെ ചിത്രമാണ്. അതിന് താഴെ ചിത്രരഥപ്പൂട്ട് എന്ന് എഴുതിയിരിക്കുന്നു. 2ാമത്തെ പലകയിൽ പടർന്നു നിൽക്കുന്ന കുഞ്ചിരോമത്തോട് ഓടുന്ന ഒരു കുതിരയുടെ മുൻകാലുകളും തലഭാഗവുമുള്ള ഒരു പകുതി ചിത്രം. അതിൻ്റെ താഴെ അശംഷം എന്ന് എഴുതിയിട്ടുണ്ട്. ഈ പേരുകൾ ആ താളിയോല കെട്ടുകളിലുണ്ടായിരുന്നു. ഗൗതമന്റെ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു. പലകകളിലെ ചിത്രങ്ങൾ അയാൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു. ചിത്രരഥപ്പൂട്ടിന്റെ രഥചക്രങ്ങളുടെ ആണിയുടെ ഭാഗത്ത് നക്ഷത്ര ചിഹ്നം പോലെയുള്ള 2 അടയാളങ്ങളുണ്ട്. ഈ നക്ഷത്ര ചിഹ്നങ്ങൾ പൂട്ടു തുറക്കാൻ വഴി തെളിയിക്കുന്ന സൂചനകളാണെന്ന് ഗൗതമന്റെ മനസ്സ് പറഞ്ഞു. സംശയത്തോടെ 2ാമത്തെ പലകയും നിരീക്ഷിക്കവേ അതിലും 2 നക്ഷത്ര ചിഹ്നങ്ങൾ അയാൾ കണ്ടെത്തി. ഒരു നക്ഷത്ര ചിഹ്നം കുതിരയുടെ കണ്ണിലും മറ്റൊന്ന് പാറി നിൽക്കുന്ന കുഞ്ചിരോമങ്ങളുടെ മധ്യഭാഗത്തുമാണ്. 2 പൂട്ടുകളും അവ തുറക്കാനുള്ള സൂചനകളും കിട്ടിയെങ്കിലും അവ പാലസിലെ വാതിലുകളുടേത് തന്നെയാണോ എന്ന സംശയവും ബാക്കിയുള്ള 7 പൂട്ടുകളെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിക്കാതിരുന്നതും അയാളിൽ നേരിയ നിരാശ പടർത്തിയിരുന്നു. പണിശാലയിലെ മുഴുവൻ പെട്ടികളും മുക്കും മൂലയും മരിച്ചു പെറുക്കിയെങ്കിലും സൂത്രപ്പൂട്ടുകളെ കുറിച്ചൊരു സൂചനകളും ലഭ്യമായില്ല. പക്ഷേ പണിശാലയിൽ നിന്നും മറ്റൊരു താക്കോൽ കൂട്ടം കൂടി ഗൗതമന് കിട്ടി. താക്കോലുകൾ മാത്രമടങ്ങുന്ന ഒന്നായിരുന്നില്ല അത്. താക്കോലുകളും പ്രത്യേകതരം ആണികളും തലക്കൽ ചെറിയ ഒടിവുകളുമുള്ള കമ്പിക്കഷ്ണങ്ങളൊക്കെ ചേർന്നൊരു താക്കോൽ കൂട്ടം. പലകകളിൽ കൊത്തിയ സൂത്രപ്പൂട്ടുകളുടെ ചിത്രങ്ങൾ ഗൗതമൻ തൻ്റെ മൊബൈലിൽ പകർത്തിയെടുത്തു. പലകകളെല്ലാം യഥാസ്ഥാനത്ത് വെച്ച് പണിശാല പൂട്ടി അയാൾ വീട്ടിലേക്ക് കയറി. അലമാരയുടെ മുകളിൽ നിന്നും ബാഗ് എടുത്ത് പൊടി തട്ടി കട്ടിലേക്ക് ഇട്ടു. യാത്രയ്ക്ക് ആവശ്യമായ 2 ജോഡി വസ്ത്രങ്ങളും അത്യാവശ്യം മരുന്നുകളും ബാഗിൻ്റെ ഉള്ളിലാക്കി. ഉച്ചവെയിൽ അറിയതോടെ ഗൗതമൻ ടൗണിലേക്ക് പുറപ്പെട്ടു. യാത്രയ്ക്ക് ആവശ്യമായ ചില സാധനങ്ങൾ കൂടി വാങ്ങേണ്ടതുണ്ട്. കശുവണ്ടി, ഉണക്കമുന്തിരി, ബദാം, ഈത്തപ്പഴം, അങ്ങനെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും പിന്നെ കുറച്ച് ബിസ്ക്കറ്റും കുക്കീസും
യാത്ര എത്ര ദിവസം വരെ നീളുമെന്നറിയാത്തതുകൊണ്ട് മറ്റൊരു തരത്തിലുള്ള ആഹാര സാധനങ്ങളും കൊണ്ടുപോകാൻ കഴിയില്ല. മാത്രമല്ല യാത്രയ്ക്ക് സൗകര്യം ഇതാണ്. തിരികെ പോകുന്ന വഴി ഗൗതമൻ കുറച്ച് കോലരയ്ക്കും കർപ്പൂരവും വാങ്ങി. വൈകുന്നേരം തന്നെ അയാൾ യാത്രക്കുള്ള ബാക്കി സാധന സാമഗ്രികളും ബാഗിന്റെ ഉള്ളിൽ സജ്ജമാക്കി വെച്ചു. ഉറങ്ങുന്നതിന് മുമ്പ് അയാൾ ഒരിക്കൽ കൂടി ബാഗ് തുറന്ന് ഉറപ്പുവരുത്തി. ശംഖുമണി താക്കോൽക്കൂട്ടം, പണിശാലയിൽ നിന്ന് കിട്ടിയ താക്കോൽക്കൂട്ടം, കുറച്ച് പഴയ കൂട്ടം തുണി, ലൈറ്റർ, ഹെഡ്ലൈറ്റ്, കോലരക്ക്, കർപ്പൂരം, വാങ്ങിയ ഭക്ഷണ സാധനങ്ങളെല്ലാം ബാഗിലുണ്ടെന്ന് ഉറപ്പുവരുത്തി. വെളുപ്പിനത്തെ ആദ്യ വണ്ടിയുടെ സൈഡ് സീറ്റിലിരിക്കുമ്പോൾ വളരെ ആകാംക്ഷയിലായിരുന്നു. 9 മണിയോടുകൂടി കൗശിനിക്കാടിനടുത്തുള്ള കവലയിൽ അയാൾ വണ്ടി ഇറങ്ങി. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ നടക്കണം കൗശിനിക്കാടിന്റെ പ്രവേശന കവാടത്തിലെത്താൻ. കവലയിലിറങ്ങി ചുറ്റുപാടും അയാളൊന്ന് നോക്കി. 1-2 ചെറിയ പെട്ടിക്കടകളും ചെറിയൊരു ചായക്കടയും മാത്രമാണുള്ളത്. ഗൗതമൻ ചായക്കടയിലേക്ക് കയറി ഒരു ചായക്ക് പറഞ്ഞു. ഒട്ടും പരിചയമില്ലായിരുന്നിട്ട് പോലും ചായക്കടക്കാരൻ അയാളെ നോക്കി വെളുക്കെ ഒന്ന് ചിരിച്ചു. ചായ കൊണ്ടേ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ചായക്കടക്കാരൻ വീണ്ടും വെളുത്ത ചിരി കൊണ്ട് ഗൗതമന് നേരെ ഒരു ചോദ്യം നീട്ടിയെറിഞ്ഞു. ഇവിടെങ്ങും നേരത്തെ കണ്ടിട്ടില്ലല്ലോ, എവിടെന്നാ? കുറച്ചു ദൂരേന്നാ. അയാളുടെ ചോദ്യത്തിൽ അത്ര താല്പര്യം തോന്നാത്ത രീതിയിൽ ഗൗതമൻ പറഞ്ഞു. കൗശിനിക്കാട് കാണാൻ വന്നതായിരിക്കുമല്ലേ? ആം. കൂടുതലൊന്നും പറയാതെ ചായ വേഗം കുടിച്ച് ചായയുടെ ക്യാഷ് മേശയിൽ വെച്ച് അയാളെ ഒന്ന് രൂക്ഷമായി ഇരുത്തി നോക്കി ഗൗതമൻ അവിടെ നിന്നും ഇറങ്ങി നടന്നു. അവൻ്റെ ഒരു പള്ള്! കാട് കാണാൻ പോയ എത്ര അവന്മാർ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ചായ ഗ്ലാസും എടുത്ത് പുച്ഛത്തോടെ ചായക്കടക്കാരൻ ഗൗതമൻ നടന്നു പോകുന്നത് നോക്കി ആത്മകഥം പറഞ്ഞു. 3 കിലോമീറ്റർ ടാറിട്ട റോഡ് തീർന്നതും കാട്ടുവഴി ആരംഭിച്ചു. ഇരുവശവും പച്ചപ്പ് പടർന്നു നിൽക്കുന്ന വീതി കുറഞ്ഞു വരുന്ന കാട്ടുവഴി. ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പിനിടയിൽ നിന്ന് ഗൗതമൻ ശ്വാസം വലിച്ചു വിട്ടു. ശുദ്ധവായു ഉള്ളിൽ നിറഞ്ഞിറങ്ങുന്നത് അയാൾ അറിഞ്ഞു. കുറച്ചുകൂടി നടന്നതോടെ ചെറുകാറ്റിൽ കുയിൽപ്പുഴ പാടുന്ന സംഗീതം കേട്ടു തുടങ്ങി. ശരിക്കും ഒന്നിലേറെ കുയിലുകൾ ഒരുമിച്ച് പാടുന്നത് പോലെ തന്നെ തോന്നും. കുയിൽപ്പുഴ കാണാനുള്ള ആകാംക്ഷയിൽ ഗൗതമന്റെ കാലുകളുടെ ചലനത്തിന്റെ വേഗത കൂടി. ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ കൗശിനിക്കാടിനോട് വല്ലാത്തൊരു അടുപ്പം തോന്നി അയാൾക്ക്. ചുറ്റും നിറയുന്ന ചെറുതണുപ്പും കാട്ടുപക്ഷികളുടെ ചിറകടി ശബ്ദങ്ങളും കുയിൽപ്പുഴയുടെ നേർത്ത സംഗീതവുമെല്ലാം വല്ലാതെ ആകർഷിക്കുന്നവയാണ്. ഏറെ നേരത്തെ നടപ്പിന് ശേഷം കുയിൽപ്പുഴയുടെ പാറത്തട്ടുകൾ തുടങ്ങുന്ന ഭാഗത്തെത്തി ഗൗതമൻ. ഏറെ നേരത്തെ നടപ്പിന്റെ ക്ഷീണമകറ്റാൻ പുഴയരികിലെ ചെറിയ പാറക്കെട്ടിലേക്ക് ഇരുന്നു. അവിടെ ഇരുന്ന് നോക്കിയപ്പോൾ തന്നെ കുയിൽപ്പുഴയിൽ പതിയിരിക്കുന്ന അപകടത്തിന്റെ തീവ്രത ഗൗതമന് മനസ്സിലായി. പാറത്തട്ടുകളുടെ താഴേക്ക് നീളുന്ന ഭാഗങ്ങളിലെ പാറക്കെട്ടുകളിൽ മുഴുവനും വെള്ളത്തിന്റെ കുത്തൊഴുക്കൽ രൂപപ്പെട്ട വലിയ അള്ളുകളാണ്. കുത്തിയൊഴുകുന്ന വെള്ളത്തിനൊപ്പം വിട്ട് അതിനിടയിൽ അകപ്പെട്ടാൽ മരണം നിശ്ചയം. ഓർത്തപ്പോൾ തന്നെ ഒരു പേടി തോന്നി ഗൗതമന്. അധികം നേരം വിശ്രമിച്ചിരുന്ന സമയം കളയാതെ പാറത്തട്ടുകളിലൂടെ നടന്ന് പുഴയുടെ അക്കരെ കടന്ന് പുറങ്കാട്ടിലൂടെ നടന്നകന്നു. വെട്ടം പോകും മുമ്പ് ഉൾക്കാടിലേക്ക് കയറാനുള്ള വഴിയെങ്കിലും കണ്ടെത്തണം, അയാൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു. അപ്പോഴും കുയിൽപ്പുഴയുടെ പാറത്തട്ടുകളിൽ നിന്നും നേരത്തെ കിഴക്കൻകാറ്റിൽ ചൂളം വിളികൾ ഉയരുന്നുണ്ടായിരുന്നു. മരണം വിളിച്ചോതുന്ന ചൂളം വിളികൾ. എത്ര നടന്നിട്ടും കൗശിനിക്കാടിനോടൊരു മടുപ്പ് തോന്നാത്തതിൽ ഗൗതമന് അത്ഭുതം തോന്നി. മനസ്സിൽ ഉറച്ചുപോയ പാലസ് എന്ന ഒരേ ഒരു ലക്ഷ്യത്തിൻ്റെ തീവ്രത തന്നെയാവാം അതിന് കാരണവും. ചെറുകാടുകൾ തിങ്ങി നിറഞ്ഞ പുറങ്കാടിൻ്റെ ആദ്യ പകുതി കഴിഞ്ഞതോടെ വൻമരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന രണ്ടാം പകുതിയിലേക്ക് കടന്നതോടെ കൗശിനിക്കാടിൻ്റെ ഭാവം മാറുന്നത് അയാൾ അറിഞ്ഞു. ഇടതൂർന്നു നിൽക്കുന്ന വൻമരങ്ങളുടെ ചില്ലകൾ പടർന്നു നിന്ന് ഉള്ളിലേക്ക് വെളിച്ചം കടക്കാതെ കൗശിനിക്കാടിൻ്റെ ഉള്ളിൽ ഇരുൾ പടർത്തുന്നു. എങ്കിലും കിഴക്കൻകാറ്റിൻ്റെ ഇലയനക്കത്തിൽ വെളിച്ചത്തിൻ്റെ പടവാൾ വീശപ്പെടുന്നുണ്ട്. എങ്ങും നിറയുന്ന കാടിൻ്റെ നിശബ്ദതയിലേക്ക് വന്ന് മുഴങ്ങി അകലുന്ന മലമുഴക്കി വേഴാമ്പലുകളുടെ സംഗീതം, വൻമരങ്ങളുടെ ചില്ലകൾ തമ്മിലുള്ള നേർത്ത കിന്നാരം, അകലിൽ നിന്നും കിഴക്കൻകാറ്റിനൊപ്പം ഒഴുകി കുയിൽപ്പുഴയുടെ മനോഹര സംഗീതം. ഏതോ ക്ലാസിക് സിനിമയിലെ പശ്ചാത്തല സംഗീതത്തിൻ്റെ അകമ്പടിയിലായതായി തോന്നി ഗൗതമന് തൻ്റെ സഞ്ചാരം. വൻമരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന കാട് അവസാനിക്കുന്ന ഭാഗത്തെ കൗശിനിക്കാവ് അയാൾ ദൂരെ നിന്ന് തന്നെ കണ്ടു. പണ്ട് കൗശിനിയുടെ ഉപദ്രവം കൂടിയപ്പോൾ ആഭിചാരകർമ്മങ്ങളിലൂടെ മലമൂപ്പൻ കൗശിനിയെ തളച്ചു എന്ന് പറയുന്ന ഈ കാവിലാണ്. കൗശിനി ദുർമരണപ്പെട്ട് കിടന്നിരുന്ന സ്ഥലം തന്നെയാണ് കാവായി പരിണാമപ്പെട്ടിരിക്കുന്നത്. കാവിലെ വലിയ കാട്ടുമരത്തോട് ചേർത്ത് ചാരി വെച്ചിരിക്കുന്ന വലിയ ശിലയിൽ കാട്ടുകായ്ക്കളിൽ കോർത്തെടുത്ത ഒരു വലിയ മാല ഉണങ്ങിക്കിടക്കുന്നു. ഈ ശിലയിലാണ് ആഭിചാരകർമ്മങ്ങളിലൂടെ കൗശിനിയെ കുടിയിരുത്തിയിരിക്കുന്നത്. കാവ ആകെ ഒന്ന് പുറമേ വീക്ഷിച്ച ശേഷം കാവിലെ ശിലയുടെ ഇടതുവശം കണക്കാക്കി ആ ഭാഗത്തേക്ക് അയാൾ നടന്നു. പാലസിലേക്കുള്ള വഴി അങ്ങനെയാണ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുൻപോട്ട് നടക്കുന്തോറും കൗശിനിക്കാട് അയാളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടേയിരുന്നു. മുൻപോട്ട് നടക്കുന്തോറും മുഴുവൻ പായൽ മരങ്ങളാണ്. തടിയിൽ പായൽ പോലെ വഴുക്കലുള്ള ഒരു തരം നാരുകളുള്ള മരം. ഗൗതമൻ ഒരു പായൽ മരത്തിൻ്റെ അടുത്തെത്തി നാരുകളിൽ തൊട്ടുനോക്കി. ഓരോ നാരുകളുടെയും അഗ്രത്തിൽ നിന്നും എണ്ണ പോലെ തോന്നിക്കുന്ന ഒരു ദ്രാവകം സാവധാനം തുള്ളിത്തുള്ളികളായി രൂപാന്തരപ്പെട്ട്
മരത്തിൻ്റെ തടിയെ നനച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യമായാണ് ഇത്തരത്തിലൊരു മരം കാണുന്നതും അറിയുന്നതും. എത്ര തരം ജൈവവൈവിധ്യങ്ങളാണ് ഭൂമിയിൽ! ഗൗതമന് അത്ഭുതം തോന്നി. കാടും ക്യാമ്പുകളും തൻ്റെ ജീവിതത്തിലെ നിത്യസംഭവങ്ങളാണെങ്കിലും ഓരോ കാഴ്ചയിലും അത്ഭുതം നിറയ്ക്കുന്ന ഒരു കാടെന്ന അനുഭവം ഇതാദ്യമായാണ്. അത്ഭുതങ്ങൾ ഏറുന്തോറും ഗൗതമൻ ഓരോ ചുവടുകളും കരുതലോടെയാണ് മുന്നോട്ട് വച്ചത്. കാഴ്ചകളിൽ മനസ്സ് മയക്കി പതിയിരിക്കുന്ന കെണികളിൽ പെടുത്തുക ചില കാടുകളുടെ രീതിയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലതരം മരങ്ങളും ചെടികളും എങ്ങും നിറയുന്ന പച്ച, ഉള്ളു നിറഞ്ഞ് കുളിരുന്നത് പോലെ തോന്നി ഗൗതമന്. ചുറ്റിനും കുരങ്ങന്മാരെ മരമുകളിലിരുന്ന് തങ്ങളുടെ സാമ്രാജ്യത്തിലേക്ക് കടന്നു കയറിയ ഒരു അപരിചിതനെന്ന പോലെ നോക്കുന്നത് അയാൾ കണ്ടു. പായൽമരം പോലെ തന്നെ മുൻപ് കണ്ടിട്ടില്ലാത്ത മറ്റൊരു കുറ്റിച്ചെടി കൂടി അയാളുടെ കണ്ണുകളിലുടക്കി. ഇലകളിൽ നിറയെ ചാരം മൂടിയതുപോലെ വെളുത്ത പൊടി നിറഞ്ഞ കുറ്റിച്ചെടികൾ. അടുത്തു പോയി നോക്കുന്നതിൻ്റെ ഇടെ ഒന്ന് തൊട്ടു നോക്കാൻ വെമ്പി നീണ്ട കൈ എന്തോ ഓർത്ത പോലെ പെട്ടെന്ന് പിൻവലിച്ചു. ചിലപ്പോൾ അത് കയ്യിൽ തൊട്ടാൽ ചൊറിഞ്ഞേക്കാം. മരച്ചില്ലുകളിൽ ആടിക്കളിക്കുന്ന കുരങ്ങന്മാരുടെ കളികൾ കണ്ട് മുൻപോട്ട് നടന്നപ്പോഴാണ് അയാൾ അത് കണ്ടത്. വഴി മുറിച്ചുകൊണ്ട് ഒരു വലിയ കിടങ്ങ്. കിടങ്ങ് കടന്നാലേ ഇനി മുൻപിലേക്ക് പോകാൻ സാധിക്കൂ. പക്ഷേ ഈ കിടങ്ങ് കടക്കുക എന്നതൊരു കടമ്പ തന്നെയാണ്. ഓടി വന്ന് ചാടിയാലും അപ്പുറത്തെത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഗൗതമൻ പാലസിലേക്കുള്ള വഴികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന താളിയോലക്കെട്ടെടുത്ത് ഓലകൾ ഒന്നൊന്നായി മറിച്ചു. ശരിയാണ്, കാവ് കഴിഞ്ഞിട്ടുള്ള വഴികളെക്കുറിച്ച് പറയുന്നതിൽ ഈ കിടങ്ങിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ കിടങ്ങിന് കുറുകെയുള്ള വഴുക്കലുള്ള ഒറ്റത്തടിപ്പാലം. കിടങ്ങിൻ്റെ അടുത്ത് നിന്നും വലത്തേക്ക് കുറച്ച് നടന്നാൽ പാലം കാണാം. ഗൗതമൻ നിന്നിടത്ത് നിന്നും വലതുവശത്തേക്ക് നടന്നു. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. കിടങ്ങിന് കുറുകെ വീണ് കിടക്കുന്ന ഒരു പായൽമരമാണ് താളിയോലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്ന വഴുക്കലുള്ള ഒറ്റത്തടിപ്പാലം. എന്ത് ചെയ്യണമെന്നറിയാതെ തലയിൽ കൈവച്ച് ഗൗതമൻ ഒരു മരച്ചോട്ടിലേക്ക് ഇരുന്നു. കിടങ്ങിന് കുറുകെ വീണ് കിടക്കുന്നുവെങ്കിലും പായൽമരത്തിൻ്റെ വേരുകൾ ഇപ്പോഴും മണ്ണിലാഴ്ന്നു തന്നെയാണുള്ളത്. ആയിരക്കണക്കിന് വർഷങ്ങൾ ആയുസ്സുള്ളവയാണ് ഈ പായൽമരങ്ങളെന്ന് ഗൗതമൻ തിരിച്ചറിഞ്ഞു. അല്ലെങ്കിൽ എങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട താളിയോലകളിൽ ഇതിനെക്കുറിച്ച് എഴുതപ്പെടുക? പാലം കടക്കാനുള്ള വഴികൾ പലതും ആലോചിച്ചിട്ടും ഗൗതമനൊരു തുമ്പും കിട്ടിയില്ല. പാലത്തിൽ കയറിയാൽ തെന്നി താഴെ വീഴുമെന്ന് ഉറപ്പാണ്. കിടങ്ങിനകത്തേക്ക് വീണാൽ പിന്നെ പൊടി പോലും കിട്ടില്ല, അത്രയ്ക്ക് ആഴമുണ്ട്. പെട്ടെന്നാണ് അയാളിരുന്ന മരത്തിൻ്റെ കൊമ്പുകൾ കുലുങ്ങുകയും കുരങ്ങുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴുണ്ടാവുന്ന ചീറ്റലും കേട്ടത്. മരച്ചുവട്ടിൽ നിന്ന് എഴുന്നേറ്റ് മാറി നിന്ന് മരക്കൊമ്പുകൾ കുലുങ്ങിയ ഭാഗത്തേക്ക് നോക്കി. 3 കുരങ്ങുകൾ തമ്മിൽ അടികൂടുകയാണ്. പെട്ടെന്ന് 3 കുരങ്ങുകളും മരക്കൊമ്പിൽ നിന്നും താഴേക്ക് വീണു. താഴെ വീണതും ഗൗതമനെ കണ്ട് അവർ ചിതറിയോടി. ഒരെണ്ണം തിരികെ മരത്തിലേക്കും 2 ഒറ്റത്തടി പാലത്തിലേക്കുമാണ് ഓടിക്കയറിയത്. പാലത്തിലേക്ക് ഓടിക്കയറിയതും ഒരെണ്ണം വഴുതി കിടങ്ങിലേക്ക് വീണതും ഒരുമിച്ചായിരുന്നു. ഒരെണ്ണം പാലം കടന്ന് അപ്പുറത്തെത്തി ഗൗതമനെ നോക്കി നിന്നു. കിടങ്ങിലേക്ക് വീണുപോയ കുരങ്ങിനെ കുറിച്ചോർത്ത് അയാൾക്ക് വിഷമം തോന്നി. കിടങ്ങിനടുത്തേക്ക് എത്തിയ അയാൾ എത്തി നോക്കി. ഇരുട്ടാണ്, ഒന്നും കാണാൻ കഴിയുന്നില്ല. പെട്ടെന്ന് അയാൾ പാലത്തിൻ്റെ അരികെ എത്തിയ കുരങ്ങിനെ കുറിച്ച് ഓർത്തു. അതിപ്പോഴും അപ്പുറത്ത് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇത് മാത്രം എങ്ങനെ അപ്പുറത്ത് ചെന്നു? അയാൾ അതിനെ തന്നെ അടിമുടി സൂക്ഷ്മമായി വീക്ഷിച്ചു. അപ്പോഴാണത് ശ്രദ്ധിച്ചത്. അതിൻ്റെ കൈകാലുകളിൽ ഒരു നിറവ്യത്യാസം. വെളുത്ത നിറത്തിലുള്ള എന്തോ ഒന്ന് കൈകളിലും കാലുകളിലുമുണ്ട്. ഗൗതമൻ കുരങ്ങുകൾ ആടിക്കൂടിയിരുന്ന മരക്കൊമ്പിലേക്ക് നോക്കി. അങ്ങനെ ഒരു വെളുത്ത നിറത്തിലുള്ള യാതൊരു സാധ്യതകളും മരക്കൊമ്പിൽ കാണാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അയാൾ കൊമ്പിൽ നിന്നും കുരങ്ങുകൾ വീണ നിലത്തേക്ക് ശ്രദ്ധിച്ചപ്പോഴാണ് അവിടമാകെ ഒരു വെളുത്ത പൊടി പടർന്നു കിടക്കുന്നതായി കണ്ടത്. ഗൗതം അവിടെ ചെന്നിരുന്നു. മുൻപ് കണ്ട വെളുത്ത ചാരം മൂടിയതുപോലെ തോന്നിയ ചെടിയുടെ ഇലകളിലെ പൊടിയാണത്. ആ കുരങ്ങ് വീണത് ഇതിലാവണം. കുരങ്ങിൻ്റെ കൈകളിൽ പതിഞ്ഞ വെളുത്ത നിറം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഗൗതമന് ഊഹിക്കാൻ കഴിഞ്ഞു. അയാൾ അടുത്ത് കിടന്നിരുന്ന അത്യാവശ്യം വലിപ്പമുള്ള 2 കല്ലുകളെടുത്ത് ഒരു കല്ലിൽ ഇലയിലെ വെളുത്ത പൊടി തേച്ചു പിടിപ്പിച്ച് 2 കല്ലുകളുമായി പാലത്തിൻ്റെ അടുത്തേക്ക് നടന്നു. കിടങ്ങിൻ്റെ കരയിൽ തന്നെ നിന്നുകൊണ്ട് ആദ്യത്തെ കല്ല് പാലത്തിലേക്ക് വെച്ചു. പക്ഷേ ആ കല്ല് പാലത്തിലെ വഴിക്കിൽ തെന്നി കിടങ്ങിലേക്ക് തന്നെ പോയി. രണ്ടാമത് അയാൾ ഇലയിലെ വെളുത്ത പൊടി തേച്ച കല്ല് സാവധാനം പാലത്തിലേക്ക് വെച്ചു. ഗൗതമന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യാതൊരു അനക്കവും സംഭവിക്കാതെ കല്ല് വെച്ചെടുത്ത് തന്നെ ഇരിക്കുകയാണ്. കാലിലെ ഷൂസുകൾ അഴിച്ചുകൊണ്ട് അയാൾ ചുറ്റിനും നോക്കി. അടുത്ത് കണ്ട വെള്ളപ്പൊടിയുടെ ചെടിയുടെ ഇലകൾ പറിച്ച് കാൽവെള്ളയിൽ ഇലയിലെ പൊടി തേച്ച് പിടിപ്പിച്ച് പതിയെ പാലത്തിലേക്ക് ഒരു കാലെടുത്ത് വെച്ചു. ഇരുമ്പിലേക്ക് കാന്തം പിടിക്കുന്നത് പോലെ പായൽമരത്തിൻ്റെ നാരുകൾ ഒട്ടിപ്പിടിക്കുന്നത് അയാൾ അറിഞ്ഞു. പായൽമരത്തിൻ്റെ നാരുകളിലെ ദ്രാവകത്തിൻ്റെയും ഇലകളിലെ പൊടിയുടെയും അത്ഭുത പ്രവർത്തനം അയാൾ അനുഭവിച്ചറിയുകയായിരുന്നു. ഓരോ ചുവടുകളുമായി പതിയെ അയാൾ പാലം കടന്നു. ഗൗതമൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അനുഭവങ്ങളിലൂടെ കൗശിനിക്കാടിൻ്റെ ജൈവ വൈവിധ്യങ്ങളെയും കൗതുകങ്ങളെയും തൊട്ടറിയുകയായിരുന്നു ഗൗതമൻ ഓരോ നിമിഷവും. പാലം കടന്നതും അയാൾ കാലിൽ ഷൂസിട്ടു. നിറയെ ഉരുളങ്കല്ലുകൾ നിറഞ്ഞ വഴിയാണ് പാലം കടന്നതു മുതൽ. ഉരുളങ്കല്ല് നിറഞ്ഞ കാട്ടുവഴി കഴിഞ്ഞതും കാട്ടുവഴിയുടെ ഓരത്ത് വലിയൊരു കുളം. കുളത്തിന് കരയിൽ നിൽക്കുന്ന വലിയ മരത്തിൽ നിന്നും കുളത്തിലേക്ക് ഒന്നൊന്നായി അപ്പൂപ്പൻ താടികളോട് സാദൃശ്യമുള്ള പൂക്കൾ പൊഴിഞ്ഞു വീണുകൊണ്ടേയിരിക്കുന്നു.
ഇളക്കം തട്ടാത്ത വെള്ളത്തിൽ ഓരോ പൂവുകൾ വീഴുമ്പോഴും ചെറിയ ഓളങ്ങൾ വട്ടം വരച്ചുകൊണ്ടേയിരുന്നു. കുളം കഴിഞ്ഞ് അധിക ദൂരം പിന്നിടുന്നതിന് മുമ്പ് തന്നെ ഗൗതമന് മുന്നിൽ കൗശിനിക്കാട് അടുത്ത ഊരാക്കുടുക്കിട്ട് കൊടുത്തു. ചതുപ്പ് നിലം. ചതുപ്പ് നിലം കണ്ട് ഗൗതമൻ അന്താളിച്ച് നിന്നുപോയി. ഈ പ്രതിസന്ധി ഒരുപക്ഷെ തനിക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞേക്കുമോ എന്ന് അയാൾക്ക് സംശയം തോന്നി. വൈ ആകൃതിയിലുള്ള പാലം ഇതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യവും അവസാനവും കണ്ടെത്തുക വളരെ പ്രയാസം നിറഞ്ഞൊരു പരീക്ഷണമാണ്. പാലം കണ്ടെത്തുന്നതിന് മുമ്പ് ഒരു മുൻകരുതലിനായി ഗൗതമൻ താളിയോല കെട്ടെടുത്ത് ചതുപ്പ് നിലത്തെക്കുറിച്ച് വ്യക്തമായി പല ആവർത്തി വായിച്ചു. ചതുപ്പിൻ്റെ ഉള്ളിൽ ഒരടി താഴ്ചയിലാണ് പാലമുള്ളത്. പാലം തുടങ്ങുന്നിടത്ത് 2.5 അടി വീതിയും പാലം അവസാനിക്കുന്ന അഗ്രങ്ങളിൽ 1 അടി വീതിയുമാണുള്ളത്. അതായത് പാലത്തിൻ്റെ തുടക്കം മുതൽ ക്രമേണ പാലത്തിൻ്റെ വീതി കുറഞ്ഞു വരികയാണ്. ചതുപ്പിൻ്റെ കരയിലെ വലിയ പാറയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന അടയാളത്തിൻ്റെ താഴെ നിന്നും വടിവൊത്ത നീളമുള്ളൊരു കമ്പ് ചതുപ്പിന് നേരെ വയ്ക്കുക. കമ്പിൻ്റെ അഗ്രം ചതുപ്പിൽ മുട്ടുന്നിടത്താണ് പാലത്തിൻ്റെ തുടക്കം. ഓലയും ബാഗും ഇരുന്നിടത്ത് വെച്ച് ഗൗതമൻ വടിവൊത്ത നീളമുള്ള ഒരു കമ്പൊടിച്ച് പാറയിലെ അടയാളത്തിൽ നിന്നും ചതുപ്പിലേക്ക് വെച്ചു. ശേഷം കമ്പിൻ്റെ അഗ്രം വന്ന് മുട്ടിയ ചതുപ്പ് ഭാഗത്ത് മറ്റൊരു കമ്പെടുത്ത് കുത്തി നോക്കി. താളിയോലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. കമ്പ് 1 അടി താഴ്ന്നപ്പോഴേക്കും ബലമുള്ള എന്തോ ഒന്നിൽ മുട്ടി നിന്നു. ആ കമ്പ് കൊണ്ട് തന്നെ പരിധി ഗൗതമൻ പാലത്തിൻ്റെ വീതി അളന്നു. ഏകദേശം 2.5 അടിയോളം വീതിയുണ്ട്. പാലം കടക്കാനായി പല മാർഗങ്ങളും ആലോചിച്ച ശേഷം അയാൾ വീണ്ടും താളിയോലക്കെട്ടെടുത്ത് വായിച്ചു. ചതുപ്പിൻ്റെ 3/4 ഭാഗത്തോളം എത്തിക്കഴിയുമ്പോഴാണ് പാലം 2ആയി പിരിയുന്നത്. ഇടത്തേക്കും വലത്തേക്കും. ഇടത്തേക്കുള്ള ഭാഗത്ത് കുറച്ചു ഭാഗമേ ചതുപ്പ് അവശേഷിക്കുന്നുള്ളൂ. ഇടത്തേക്ക് പോയാൽ പെട്ടെന്ന് തന്നെ അക്കരയെത്താം. അങ്ങോട്ടേക്കാണല്ലോ ദൂരക്കുറവ്, ഗൗതമൻ മനസ്സിലോർത്തു. പക്ഷേ തൊട്ടടുത്ത വരികൾ ഗൗതമൻ്റെ സകല ഊഹങ്ങളെയും തകർക്കുന്നതായിരുന്നു. മനുഷ്യൻ്റെ ഇത്തരം ഊഹങ്ങളെ മുതലെടുത്താണ് അവിടെ ഒരു കെണി ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഇടത്തേക്ക് തിരിയുന്ന ഭാഗം കരയോട് കൂട്ടിമുട്ടുന്നില്ല. ഇടത്തേക്ക് തിരിഞ്ഞ് പകുതി എത്തുന്ന പാലം അവിടെ അവസാനിക്കുകയാണ്. ഇടത്തേക്ക് തിരിഞ്ഞാൽ പെട്ടെന്ന് കരയെത്താമെന്ന സൗകര്യം കണക്കിലെടുക്കുന്നവരെ ചതുപ്പിൻ്റെ ആഴങ്ങളിലേക്ക് വലിച്ചാഴ്ത്തപ്പെടും. ഒരു മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധി അവിടെ കബളിപ്പിക്കപ്പെടുന്നത് എത്ര നിസാരമായാണെന്ന് ഗൗതമന് അതിശയം തോന്നി. ചതുപ്പിൻ്റെ ആഴങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ പാലം കണ്ടെത്തുക എന്നത് തന്നെ ഒരു സാധാരണക്കാരന് അസാധ്യമാണ്. മറ്റെന്തെങ്കിലും വിധേന പാലത്തിൻ്റെ അതിൻ്റെ രൂപരേഖയും കണ്ടെത്തിയാൽ തന്നെ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ ചൂഷണം ചെയ്ത് കെണിയിൽപ്പെടുത്തുക. ചാണക്യതന്ത്രകഥകളിൽ മാത്രമാണ് ഇത്തരം ഉപാധികൾ മുൻപ് താൻ വായിച്ചിട്ടുള്ളൂ. ഏറെ നേരം ആലോചിച്ച ശേഷം ഗൗതമൻ ബാഗിൽ കരുതിയിരുന്ന ബുക്കിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് താളിയോലക്കെട്ടിൽ നിന്നും തനിക്ക് മനസ്സിലായ രീതിയിൽ പാലത്തിൻ്റെ ഒരു രൂപരേഖ വരച്ചെടുത്തു. പാലത്തിൻ്റെ കൃത്യം മധ്യഭാഗത്തുകൂടി വേണം നടക്കാൻ. അല്ലെങ്കിൽ ഒരു ചുവട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിഴച്ചാൽ ചതുപ്പിലാഴ്ന്നു പോകും. കുറേയേറെ നേരത്തെ ആലോചനകൾക്ക് ശേഷം പാലത്തിൻ്റെ മദ്യം കണ്ടുപിടിക്കാനുള്ള പല മാർഗങ്ങളും കടലാസിൽ വരച്ചു നോക്കി. പക്ഷെ അതൊന്നും ആ സാഹചര്യത്തിൽ പ്രാവർത്തികമാകുമായിരുന്നില്ല. നിരാശയോടെ അയാൾ ചതുപ്പിലേക്ക് നോക്കി കരയിൽ നിന്നു. പാലത്തിൻ്റെ മാതൃക വരച്ച കടലാസ് ഇടത്തേക്കും വലത്തേക്കുമൊക്കെ ചെരിച്ചു പിടിച്ച് നോക്കുന്നതിൻ്റെ ഇടയിൽ വെറുതെ തല കുത്തിപ്പിടിച്ചു നോക്കി. പെട്ടെന്ന് ഗൗതമൻ്റെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ തിളക്കങ്ങൾ മിന്നിമറഞ്ഞു. അയാൾ വീണ്ടും കടലാസ് തല കുത്തിപ്പിടിച്ചു നോക്കി. മനസ്സിലെന്തോ ഉറപ്പിച്ചതുപോലെ അയാൾ ചുറ്റും നോക്കി. പേടി നടന്നത് കണ്ടെത്തിയ ആവേശത്തിൽ കാട്ടുമരങ്ങൾക്കിടയിൽ നിന്നും വടിവൊത്ത വൈ മാതൃകയിലുള്ള വാലിന് നീളമുള്ള ഒരു കമ്പൊടിച്ചെടുത്തു. കമ്പിൻ്റെ വാല് മുകളിലേക്കാക്കി കമ്പ് പാലം തുടങ്ങുന്ന ഭാഗത്ത് ചതുപ്പിലേക്ക് ഇറക്കി ഗൗതമൻ. കമ്പ് അനക്കിക്കൊണ്ട് കവട്ടയുടെ 2 അഗ്രങ്ങളും പാലത്തിൻ്റെ വശങ്ങൾ കവിഞ്ഞാണ് നിൽക്കുന്നതെന്ന് ഉറപ്പുവരുത്തി. അതിനുശേഷം ചതുപ്പിന് മുകളിലേക്ക് നിൽക്കുന്ന ഭാഗം ഇടത്തേക്കോ വലത്തേക്കോ ശരിയാതെ ഏകദേശം 90 ഡിഗ്രി അളവിൽ പിടിച്ചു. ഇപ്പോൾ ചതുപ്പിന് മുകളിലേക്ക് നിൽക്കുന്ന വടിയുടെ സ്ഥാനമാണ് പാലത്തിൻ്റെ മധ്യഭാഗം. ഒരിക്കൽ കൂടി മനസ്സിൽ കണക്കുകൂട്ടി അയാൾ ഉറപ്പിച്ചു. ബാഗെടുത്ത് തോളിലേക്കിട്ട് കാലിലെ ബൂട്ടഴിച്ച് ലേസ് തമ്മിൽ കൂട്ടിക്കെട്ടി കഴുത്തിലേക്ക് ഇട്ടുകൊണ്ട് ഗൗതമൻ ചതുപ്പിലേക്ക് കാൽ വെച്ചു. 1 അടി താഴ്ചയിൽ പാലത്തിൽ കാൽ തൊട്ടപ്പോൾ അയാൾക്ക് ദേഹമാകെ കുളിരുന്നതായി തോന്നി. കരിങ്കൽപ്പാളികൾ പോലുള്ള എന്തോ കൊണ്ടാണ് പാലം പണിതിട്ടുള്ളത്. പരുക്കം നിറഞ്ഞ കല്ലുകളിൽ ചവിട്ടും പോലെയുള്ള ഒരു അനുഭവം. ഓരോ ചൂട് വയ്ക്കുന്നതിനു മുമ്പും ഗൗതമൻ കയ്യിൽ കരുതിയിരുന്ന വൈ മാതൃകയിലുള്ള കമ്പ് ചതുപ്പിലഴ്ത്തി പാലത്തിൻ്റെ മധ്യഭാഗം ഉറപ്പുവരുത്തി. ചതുപ്പിൻ്റെ മധ്യഭാഗത്തെത്തിയതോടെ ഗൗതമൻ കയ്യിലുണ്ടായിരുന്ന കമ്പ് പതിയെ നിരക്കി മുന്നിലേക്ക് വയ്ക്കാൻ തുടങ്ങി. ഏത് നിമിഷവും പാലം 2ആയി പിരിയുന്ന ഭാഗമെത്താം. കരുതലോടെ നീങ്ങിയില്ലെങ്കിൽ ചതുപ്പിൻ്റെ ഉള്ളിലാവാം. കുറച്ചുകൂടി മുന്നിലേക്ക് കമ്പ് നിരക്കിയതും അത് ഇടിച്ചു നിന്നു. അടുത്ത ചുവട് കാൽ പറിക്കാതെ നിരക്കി കുറേശ്ശെയായി മുന്നിലേക്ക് നീക്കി. ഗൗതമൻ്റെ ഊഹം ശരിയായിരുന്നു. അവിടുന്ന് പാലം ഇടത്തേക്കും വലത്തേക്കും തിരിയുകയാണ്. താളിയോലക്കെട്ടിലെ സൂചന അനുസരിച്ച് ഇടത്തേക്ക് തിരിഞ്ഞാൽ കെണിയിലകപ്പെടും. ഒരു കാലുകൊണ്ട് പരിധി അയാൾ വലത്തേക്ക് തിരിവ് കണ്ടെത്തി. കാലുകൾ കൊണ്ട് പരുതുമ്പോൾ പാലത്തിൻ്റെ വീതി കുറഞ്ഞു വരുന്നത് ഗൗതമൻ തിരിച്ചറിഞ്ഞു. അയാൾ കൂടുതൽ ജാഗരൂകനായി ഓരോ ചുവടുകളും കമ്പിൻ്റെ പിന്നിലായി തന്നെ ഉറപ്പിച്ചു. ഏറെ നേരത്തെ ജാഗ്രതയോടെയുള്ള നീക്കത്തിൻ്റെ ഫലമായി ഗൗതമൻ പാലം കടന്ന് മറുകരയിലെത്തി.
കരയ്ക്ക് കയറി കാലിലേക്ക് നോക്കിയതും അയാളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. കാല് നിറയെ ചോര കൂടിയ അട്ടകൾ പൊതിഞ്ഞിരിക്കുന്നു. അയാൾ ബാഗിൽ കരുതിയിരുന്ന ലൈറ്റർ എടുത്ത് കത്തിച്ച് അട്ടകൾക്കരികിൽ പിടിച്ചു. ഞെട്ടറ്റ ഇലകൾ പോലെ അട്ടകൾ ഒന്നൊന്നായി പൊഴിഞ്ഞു വീണു. സാഹസികമായി കടന്ന ചതുപ്പ് നോക്കി കുറച്ചു നേരം അയാൾ നിന്നു. ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഗൗതമന് തന്നെ സംശയം തോന്നി. തനിക്ക് തന്നെ വിശ്വാസം വന്നിട്ടില്ല ഇത്ര സാഹസികമായി ഈ പാലം കടന്നു എന്നത്. ബാഗിൻ്റെ ഉള്ളിൽ നിന്നും വെള്ളക്കുപ്പി എടുത്ത് നോക്കി ഗൗതമൻ. ഉണ്ടായിരുന്ന വെള്ളം കുടിച്ച് ദാഹമകറ്റി. അയാൾ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബദാം പരിപ്പും കഴിച്ചുകൊണ്ട് നടന്നു. വനത്തിനുള്ളിലെ വെളിച്ചം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വെളിച്ചം പോകും മുമ്പ് ആവശ്യത്തിനുള്ള കുടിവെള്ളവും ശേഖരിച്ച് ഏതെങ്കിലും സുരക്ഷിതമായ മരത്തിന് മുകളിൽ കയറിപ്പറ്റണം. വെളിച്ചക്കുറവിൽ കെണികളിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. ആദ്യം കണ്ട ചോലയിൽ കുപ്പികളിൽ വെള്ളം നിറച്ച് കൈയും കാലും മുഖവും കഴുകി അയാൾ ക്ഷീണമകറ്റി. കാട്ടുചോലയിലെ വെള്ളം അമൃതമാണ്. ഒരല്പം കുടിച്ച് അതിലൊന്ന് മുങ്ങി നിവർന്നാൽ സകല ക്ഷീണവും മാറും. വെളിച്ചം കുറയുന്നതിന് മുമ്പ് താളിയോലക്കെട്ടെടുത്ത് ചതുപ്പ് കഴിഞ്ഞുള്ള വഴികളെക്കുറിച്ച് അയാൾ വായിച്ചു. ഇനിയൊരു ചെറിയ പുഴ കൂടി കടന്നാലേ പാലസിരിക്കുന്ന 2ാം തട്ട് കാട്ടിലേക്ക് കടക്കാനാവുകയുള്ളൂ. ഈ പരീക്ഷണം കൂടി അതിജീവിച്ചാലേ പാലസ് എത്തുമെന്നതിന് ഒരു 10% ഉറപ്പുള്ളൂ. നടക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളമൊഴുകുന്ന ശബ്ദം കുറച്ചകലെ നിന്ന് കേട്ടു തുടങ്ങി. മുൻപോട്ട് നടക്കുന്തോറും ശബ്ദം അടുത്ത് വരുന്നുണ്ട്. ശബ്ദം ഏറ്റവും അടുത്തെത്തിയപ്പോൾ മുന്നിൽ നിറയെ ഈറ്റക്കാടുകൾ. ഈറ്റക്കാട് വകഞ്ഞു മാറ്റി അതിനപ്പുറം കടന്നതും ഗൗതമൻ അത്ഭുതപ്പെട്ടുപോയി. നിറയെ വെള്ളമുള്ള ഒഴുക്കുള്ള പുഴ. ഈ വേനൽക്കാലത്തും നിറഞ്ഞൊഴുകുന്ന പുഴ ഒരു അത്ഭുതം തന്നെ. പക്ഷെ നല്ല ഒഴുക്കുണ്ട്. അപ്പുറം കടക്കാൻ എന്തെങ്കിലും മാർഗം കണ്ടെത്തേണ്ടതുണ്ട്. പുഴയ്ക്കിരുവശവും മുൻപ് കുളക്കരയിൽ കണ്ട അതേ പൂക്കളുള്ള മരങ്ങളാണ്. അപ്പൂപ്പന്താടികൾ പോലത്തെ പൂക്കൾ. പുഴയിലെ ഒഴുക്കുവെള്ളത്തിലേക്ക് അവ പൊഴിഞ്ഞു വീണുകൊണ്ടേയിരിക്കുന്നു. അതിങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ നല്ല രസമാണ്. ഗൗതമൻ പുഴക്കരയിൽ കണ്ട വലിയ മരത്തിൻ്റെ മുകളിലേക്ക് കയറി. 3 വലിയ ശിഖരങ്ങൾ പിരിയുന്നതിൻ്റെ ഇടയിൽ മരക്കൊമ്പിൽ ചാരി ഒരാൾക്ക് സുഖമായി കിടന്നുറങ്ങാം. മരക്കൊമ്പിൽ ചാരി കിടക്കുമ്പോഴാണ് അയാളത് ശ്രദ്ധിച്ചത്. അപ്പൂപ്പന്താടി പോലെ തോന്നിപ്പിക്കുന്ന മരത്തിലെ പൂക്കൾ ഇരുട്ട് കനക്കുന്തോറും സ്വയം പ്രകാശിക്കുന്നവയാണ്. വെള്ളത്തിൽ ഒഴുകി വരുന്ന പ്രകാശിക്കുന്ന പൂക്കൾ പുഴയെ കൂടുതൽ സുന്ദരിയാക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഗൗതമൻ അത് കണ്ടത്. ഒഴുകി വരുന്ന പൂക്കൾ പുഴയുടെ ഒരു ഭാഗത്ത് പുഴയ്ക്ക് കുറുകെ എന്തിലോ തടഞ്ഞു കിടക്കുന്നു. ഗൗതമൻ പരിസരം സൂക്ഷ്മമായി വീക്ഷിച്ചു. മൃഗങ്ങളൊന്നും പരിസരത്തില്ലെന്ന് ഉറപ്പാക്കി മരത്തിൽ നിന്നും താഴെ ഇറങ്ങി പുഴയ്ക്ക് കുറുകെ പൂക്കൾ തടഞ്ഞു കിടന്ന ഭാഗം കണക്കാക്കി കരയിൽ ഒരു വലിയ കല്ലടയാളം വെച്ചു. രാത്രിയിൽ അധിക നേരം താഴെ ഇറങ്ങി നിൽക്കാൻ കഴിയില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണം ഏത് സമയവും ഉണ്ടാകാം. കയ്യിലുണ്ടായിരുന്ന പെൺടോർച്ച് തെളിയിച്ച് കല്ലും പരിസരവും ഉറപ്പാക്കിയ ശേഷം അയാൾ വീണ്ടും മരത്തിലേക്ക് കയറി. മരക്കൊമ്പിലിരുന്ന് പുഴയ്ക്ക് കുറുകെ തടഞ്ഞു കിടക്കുന്ന പൂക്കളെ നോക്കിയിരിക്കെ മനോഹരമായൊരു കാഴ്ചയായി തോന്നി ഗൗതമനത്. തടഞ്ഞു കിടക്കുന്ന വയലറ്റ് നിറത്തിൽ പ്രകാശിക്കുന്ന പൂക്കളിലേക്ക് ചെറിയ ഒഴുക്കിൽ ഒന്നൊന്നായി വന്നു ചേരുന്ന വയലറ്റ് പൂക്കൾ. ആ കാഴ്ചയിലേക്ക് ഉള്ളു തുറന്ന് ആത്മാവിനെ അലിയിച്ച് ഒരു പ്രണയാർദ്രമായ മൂളിപ്പാട്ടിലേക്ക് അയാൾ വഴുതി വീണു. കൺപീലികളെ എരിച്ചു ഉള്ളിൽ കടന്ന പ്രഭാതകിരണങ്ങൾ ഗൗതമനെ ഉറക്കത്തിൻ്റെ ഊഞ്ഞാൽവള്ളികളിൽ നിന്നും സ്വതന്ത്രമാക്കി. പെട്ടെന്ന് തന്നെ മരത്തിൽ നിന്നും ഇറങ്ങി അയാൾ കല്ലടയാളം വെച്ചിരുന്ന ഇടത്തേക്ക് നടന്നു. കല്ല് കണ്ടതും ഗൗതമൻ അമ്പരന്ന് പോയി. അടയാളം വെച്ചിരുന്ന കല്ലിൻ്റെ 3/4 ഭാഗവും വെള്ളത്തിൽ മുങ്ങിയിട്ടാണുള്ളത്. മാത്രമല്ല കല്ല് വെച്ചിരിക്കുന്ന ഭാഗത്ത് തടഞ്ഞു നിന്നിരുന്ന പൂക്കൾ മുഴുവനും ഒഴുകിപ്പോവുകയും ചെയ്തിരിക്കുന്നു. വെള്ളത്തിൻ്റെ ഒഴുക്കും കൂടിയിട്ടുണ്ട്. നിരാശയോടെ അയാൾ പുഴക്കരയിലിരുന്ന ബാഗിൽ നിന്നും പഴയ താളിയോലക്കെട്ടെടുത്ത് വീണ്ടും വായിച്ചു. ഗൗതമൻ മനസ്സിൽ കരുതിയിരുന്നത് പോലെ തന്നെ സംഭവിച്ചു. ഈ പുഴയെക്കുറിച്ചും അത് പറഞ്ഞിട്ടുണ്ട്. രാത്രിയിൽ വെള്ളം കുറയുകയും പകൽ വെള്ളം കൂടുകയും ചെയ്യുന്ന പ്രതിഭാസം ഈ പുഴയുടെ രഹസ്യമാണ്. ഇരുട്ടിൽ സ്വയം പ്രകാശിക്കുന്ന വയലറ്റ് പൂക്കളെക്കുറിച്ചും അതിൽ പറഞ്ഞിട്ടുണ്ട്. നൈമിത്രി പൂക്കൾ എന്നാണത്രേ അതിൻ്റെ പേര്. പുഴയ്ക്ക് അക്കരെ കടക്കാനുള്ള ഏക മാർഗം പുഴയിലെ വെള്ളത്തിനടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരേ ഒരു പാലമാണ്. ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ കഴിയുന്ന വീതിയിലുള്ള പാലം. രാത്രിയിൽ വെള്ളം കുറയുമ്പോഴാണ് പാലം തെളിഞ്ഞു വരുന്നത്. ആ സമയത്ത് മാത്രമേ പുഴ കടന്നക്കരെ എത്താൻ സാധിക്കുകയുള്ളൂ. രാത്രിയിൽ തെളിഞ്ഞു വരുന്ന പാലമാകട്ടെ മറ്റൊരു വെട്ടത്തിലും കാണാനാവുകയുമില്ല. പാലത്തിൻ്റെ അതേ നിരപ്പിലാകും വെള്ളമൊഴുകുന്നത്. സ്ഫടിക ഫലകങ്ങളാണ് പാലത്തിൻ്റെ നിർമ്മിതി. അതിനാൽ എത്ര പന്തം കത്തിച്ച വെളിച്ചത്തിൽ നോക്കിയാലും അങ്ങനെ ഒരു പാലം അവിടെയുള്ളതായി തോന്നുകയേയില്ല. പാലം തിരിച്ചറിയാനാണ് പുഴയുടെ ഇരുകരയിലും നിറയെ നൈമത്രി മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഒഴുകി വരുന്ന നൈമിത്രി പൂക്കൾ രാത്രി പുഴയിലെ വെള്ളം കുറയുന്നതോടെ പാലത്തിൻ്റെ വശങ്ങളിൽ തടഞ്ഞു നിൽക്കുകയും നൈമിത്രി പൂക്കളുടെ സ്വയം പ്രകാശിക്കാനുള്ള കഴിവ് പാലത്തിൻ്റെ രൂപരേഖ വ്യക്തമാക്കുകയും ചെയ്യുന്നു. പുഴയ്ക്ക് കുറുകെ നൈമിത്രി പൂക്കളാൽ രൂപപ്പെടുന്ന രേഖയോട് ചേർന്ന് നടന്ന് അക്കരയെത്തുക. ഇപ്രകാരമാണ് താളിയോലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഗൗതമൻ പുഴയിലേക്ക് കുറച്ചിറങ്ങി നിന്ന് കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് മുഖം കഴുകി. മലമടക്കുകളിൽ നിന്ന് ഒഴുകി വരുന്ന നല്ല തണുത്ത വെള്ളം. ഒഴുകി വരുന്ന വെള്ളത്തിലേക്ക് മുഖമാഴ്ത്തി അയാൾ കുറച്ച് വെള്ളം കുടിച്ചു. തലേന്ന് രാത്രി കഴിച്ചുകൂട്ടിയ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഗൗതമൻ ബാഗിൽ നിന്നും കുക്കീസിൻ്റെ കവർ പൊട്ടിച്ച് കഴിച്ചുകൊണ്ട് രാത്രി അക്കരെ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു. അക്കരെ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങൾ വ്യക്തമായൊരു പദ്ധതി തയ്യാറാക്കണം.
ഗൗതമൻ ചില പദ്ധതികളൊക്കെ മനസ്സിലുറപ്പിച്ച് ഉണങ്ങിയ മരക്കൊമ്പുകൾ ശേഖരിച്ച് ഒടിച്ച് കഷ്ണങ്ങളായി എടുത്തുകൊണ്ടു പോകാവുന്ന രീതിയിൽ ഒരു വലിയ കെട്ടാക്കി മരച്ചോട്ടിൽ വെച്ചു. അന്തരീക്ഷം ഇരുളാൻ തുടങ്ങിയതോടെ പുഴയിലെ വെള്ളം ഇറങ്ങി തുടങ്ങി. കഴിഞ്ഞ രാത്രി അടയാളം വെച്ച കല്ല് വെള്ളമിറങ്ങി പൂർണ്ണമായും കാണാറായപ്പോൾ ഗൗതമൻ ശേഖരിച്ചു വെച്ച വിറക് കെട്ടുമെടുത്ത് അതിൻ്റെ അടുത്തേക്ക് നടന്നു. കല്ലിന് നേരെ നൈമത്രിപ്പൂക്കൾ പുഴയ്ക്ക് പുറകെ തടഞ്ഞു കിടക്കുന്നു. അയാൾ നേർത്ത ഭയത്തോടെയും ആകാംക്ഷയോടെയും മുന്നോട്ട് ചുവടുവെച്ചു. നൈമത്രിപ്പൂക്കൾ തടഞ്ഞു കിടക്കുന്നതിനോട് ചേർന്ന് മുന്നോട്ട് നടന്നു. അതൊരു സ്വപ്നനാടനം പോലെ തോന്നി ഗൗതമന്. പുഴ കടന്ന് അക്കരെ എത്തിയ ശേഷം തടഞ്ഞു കിടന്ന കുറച്ച് നൈമത്രിപ്പൂക്കളെടുത്ത് സ്മരണകളോടെ ചുംബിച്ചു. നന്നായി ഇരുട്ടായതിനാൽ പുഴയുടെ മറുകരയെക്കുറിച്ചൊരു പിടുത്തവും കിട്ടുന്നില്ല. താൻ നിൽക്കുന്നത് പാറപ്പുറത്താണെന്ന് മാത്രം ഗൗതമന് മനസ്സിലായി. കരയെന്ന് തോന്നിയ ഭാഗത്തേക്ക് കുറച്ചുകൂടി കയറിയ ശേഷം കയ്യിൽ കരുതിയിരുന്ന വിറക് കൂട്ടി തീയിട്ടു. തീ കൂട്ടിയതിന് അല്പം മാറി ബാഗ് തലക്ക് വെച്ച് ഉള്ളിൽ ഭയമുണ്ടായിരുന്നിട്ടും ഗൗതമന് ഉറങ്ങാൻ കിടന്നു. ഏറെ നേരം ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ശേഷം എപ്പോഴും അയാൾ ഉറങ്ങി. പുലർച്ചെ മഞ്ഞുകണങ്ങൾ നെറ്റിയിൽ പൊടിഞ്ഞു വീണപ്പോഴാണ് ഗൗതമൻ ഉണർന്നത്. അടുത്ത കാലത്തെങ്ങും ഇത്ര സുഖമായി ഉറങ്ങിയിട്ടില്ല എന്ന് അയാൾ ഓർത്തു. തീ കൂട്ടിയിരുന്നത് കൊണ്ടും തണുപ്പും അറിഞ്ഞില്ല. പുഴയിലെ വെള്ളത്തിൽ മുഖം കഴുകി തീ കൂട്ടിയിരുന്നതിൻ്റെ അരികെ കുറച്ചു നേരം കൂടിയിരുന്നു. പാലസിലെത്താൻ ഇനി അധികം ദൂരമുണ്ടാകില്ല. ഗൗതമൻ മനസ്സിൽ കണക്കുകൂട്ടി. ബാഗ് എടുത്ത് നടക്കുമ്പോൾ ചുറ്റിലും കിളികളുടെ സംഗീതവും പറച്ചിലും നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കുയിലിൻ്റേതെന്ന് തോന്നിയ കൂവലിന് അയാളും തിരിച്ചു കൂവി. സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞത് അയാൾ അറിഞ്ഞു. ആളും ആരവങ്ങളും തിരക്കുകളുമില്ലാത്ത കാടിൻ്റെ സമാധാനവും സന്തോഷവും അയാളുടെ മനസ്സ് കീഴടക്കിയിരുന്നു. മുന്നോട്ട് നടക്കുന്തോറും കാടിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചമേറി വന്നുകൊണ്ടേയിരുന്നു. ആകാംക്ഷ കൊണ്ട് ഗൗതമൻ്റെ ചുവടുകൾ വേഗതയേറി. മുന്നിൽ കണ്ട കാഴ്ചയുടെ മുന്നിൽ ചലിക്കാനാവാതെ സ്തബ്ധനായി നിന്നുപോയയാൾ 4 മലകളുടെ താഴ്വാരങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു പുൽമേട്, അരയാൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന നീളമുള്ള പുല്ലുകൾ. പുൽമേടിൻ്റെ ആദ്യം കണ്ട വലിയ ഉരുളങ്കല്ലിൻ്റെ മുകളിൽ കയറി അയാൾ താഴേക്ക് നോക്കി. ഗൗതമൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി. താൻ തേടി വന്ന ലക്ഷ്യം തൻ്റെ കയ്യെത്തും ദൂരത്ത് അയാൾ കണ്ടു. താഴ്വാരങ്ങൾ കൂടിച്ചേരുന്ന ഭാഗം മലമുകളിൽ നിന്നൊഴുകി വരുന്ന വെള്ളം നിറഞ്ഞ് തടാകമായി രൂപപ്പെട്ടിരിക്കുകയാണ്. അതിനോട് ചേർന്ന് ആ അത്ഭുതം ഗൗതമൻ കണ്ടു. റീഗൽ പാലസ്. നിന്നിരുന്ന പാറമുകളിൽ നിന്നും അടക്കാനാവാത്ത സന്തോഷത്തിൽ ഗൗതമൻ ഇറങ്ങി ഓടി. പുൽമേടുകൾ വകഞ്ഞു മാറ്റിയോടുമ്പോൾ മുയലുകളും ഉടുമ്പുകളും പ്രാണരക്ഷാർത്ഥം ഓടിമറഞ്ഞു. പാലസിന് മുന്നിൽ അരയ്ക്ക് ഇരു കൈയും കൊടുത്ത് അയാൾ നോക്കി നിന്നു. കല്ലിലും മരത്തിലും തീർത്തിരിക്കുന്ന ഒരു മഹാ അത്ഭുതം. പാലസിന്റെ ഇടതുഭാഗം തടാകത്തിലെ വെള്ളം കയറിയ നിലയിലാണുള്ളത്. ആ ഭാഗത്തെ ഭിത്തിയിൽ പലപ്പോഴായി മുമ്പ് വെള്ളം കയറുകയും ഇറങ്ങുകയും ചെയ്ത പാടും കാണാനുണ്ട്. അപ്പോഴാണ് ഗൗതമൻ അത് ശ്രദ്ധിച്ചത്. പാലസിന്റെ നിർമ്മാണത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. 4 മലകളുടെ താഴ്വാരം ചേർന്ന സ്ഥലം തന്നെ പാലസ് നിർമ്മാണത്തിന് തിരഞ്ഞെടുത്തതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. പാലസ് ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നാലും കാലക്രമേണ മലമുകളിലുണ്ടാകുന്ന മണ്ണിടിച്ചിലിലും ഉരുൾപൊട്ടലിലും പാലസ് മണ്ണിന്റെ അടിയിലായി പോകാനോ തടാകത്തിലെ വെള്ളമുയർന്ന് വെള്ളത്തിനടിയിലായി പോകാനോ വേണ്ടിയാണ് ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത്. പാലസ് മണ്ണിനടിയിലോ വെള്ളത്തിനടിയിലോ ആയിപ്പോയാൽ പിന്നീട് അതിൻ്റെ നിഗൂഢതകൾക്ക് പിന്നാലെ ആരും പോകില്ല എന്ന് അവർക്കറിയാമായിരുന്നു. പാലസിന്റെ ഭിത്തിയിൽ വിരലുകൾ ഓടിച്ച് കരിങ്കല്ലിൽ പടവ് കെട്ടി ചെളിയിൽ പച്ചിലകളും ചുണ്ണാമ്പും ചേർത്ത് കുഴച്ച് ദിവസങ്ങളോളം ഇട്ട് പുളിപ്പിച്ച് മെഴുകിയെടുത്ത ഭിത്തികളാണ്. കാലം ഇത്ര കഴിഞ്ഞിട്ടും യാതൊരു അനക്കവും തട്ടിയിട്ടില്ല. 1-ാം വാതിൽ താളിയോലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ തുറന്നു കിടക്കുകയാണ്. അകത്ത് കിടന്ന് ഗൗതമൻ ചുറ്റും നോക്കി. പറയാനത്ര പ്രത്യേകതകളൊന്നുമില്ലാത്ത ഒരു സാധാരണ മുറി. തറയോട് വിരിച്ച തറയാകെ വെള്ളം കയറിയിറങ്ങിയതിൻ്റെ ബാക്കിപത്രമായി അവശേഷിച്ച് ചെളി ഉണങ്ങി അലങ്കോലമായി കിടക്കുന്നു. മേൽക്കൂര സിമന്റ് വാർത്തതുപോലെ തോന്നുമെങ്കിലും ഭിത്തി കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്നത് പോലത്തെ മറ്റേതോ മിശ്രിതമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മേൽക്കൂരയിലെ കോടി കൂട്ടിയിരിക്കുന്നിടത്തെ ചിത്രപ്പണികൾ ചെയ്ത് മുഖപ്പറ്റിൻ്റെ ഇടയിലൂടെ വരുന്ന സൂര്യപ്രകാശമാണ് മുറിയാകെ വെളിച്ചം പരത്തുന്നത്. മുറിക്കുള്ളിൽ പരന്ന അരണ്ട വെളിച്ചത്തിൽ ഗൗതമന്റെ കണ്ണുകൾ തേടി നടന്ന 2-ാം വാതിൽ കാണാം. പണിശാലയിൽ നിന്നും കണ്ടെടുത്ത പലകയിൽ കണ്ട രൂപം. 3 കുതിരകളെ പൂട്ടിയ രഥം. ഗൗതമന്റെ ചുണ്ടുകൾ അയാൾ അറിയാതെ തന്നെ മന്ത്രിച്ചു. ചിത്രരഥപ്പൂട്ട്. അരണ്ട വെളിച്ചത്തിൽ ഭിത്തിയിൽ മുറിയുടെ മൂടി കൂട്ടുന്നതിനായി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കലാസൃഷ്ടിയായി തോന്നും ആ വാതിൽ. വാതിലിന്റെ ചുറ്റും ചെയ്തിരിക്കുന്ന ചിത്രപ്പണികൾ അരണ്ട വെളിച്ചത്തിൽ വ്യക്തമല്ല. അയാൾ പോക്കറ്റിൽ നിന്നും പെൺടോർച്ചെടുത്ത് ചിത്രപ്പണികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. വാതിൽ തുറക്കാനുള്ള എന്തെങ്കിലും സൂചനകൾ ആ ചിത്രപ്പണികളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടാകുമെന്ന് ഗൗതമൻ വിശ്വസിച്ചു. എന്നാൽ ഉറുമ്പുകൾ മുതൽ ആനകൾ വരെയുള്ള ജീവജാലങ്ങളെ പിച്ചളത്തകിടിൽ കൊത്തിവെച്ചിരിക്കുന്നു എന്നല്ലാതെ വാതിൽ തുറക്കാനുള്ള യാതൊരു സൂചനകളും ആ ചിത്രപ്പണികളിൽ ഇല്ലായിരുന്നു. നിരാശയോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഗൗതമൻ നിന്നു. വാതിലിൽ കുതിരകളും രഥവും വാതിൽ പലകയിൽ നിന്നും എടുത്തു കാണിക്കും വിധം പുറത്തേക്ക് തള്ളിയാണ് നിൽക്കുന്നത്. വാതിലിന് ചുറ്റുമുള്ള പിച്ചളത്തകിടിലെ ചിത്രപ്പണികൾ സൂചനകളൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ അയാൾ കുതിരകളുടെയും രഥത്തിൻ്റെയും രൂപങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു തുടങ്ങി. കുതിരകളുടെ രൂപം കണ്ടാൽ ജീവനുള്ള കുതിരകളാണെന്ന് തോന്നും.
അത്ര സൂക്ഷ്മമായാണത് ചെയ്തിരിക്കുന്നത്. കണ്ണുകൾ പോലും ജീവനുള്ളതായി തോന്നും. രഥത്തിന്റെ ഓരോ ഭാഗങ്ങളിലുമുള്ള ലോഹനിർമ്മിതമായ ഭാഗങ്ങളൊക്കെ തനിമ നിലനിർത്താനായി ലോഹങ്ങളിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ ആണികൾ പോലും ലോഹനിർമ്മിതമാണ്. രഥചക്രത്തിന്റെ ആണികൾ കണ്ടപ്പോഴാണ് പെട്ടെന്ന് അയാൾക്ക് അത് ഓർമ്മ വന്നത്. പണിശാലയിൽ നിന്നും കിട്ടിയ ചിത്രരഥപ്പൂട്ടിന്റെ മാതൃകയിൽ രഥത്തിന്റെ മുൻചക്രത്തിന്റെയും പിൻചക്രത്തിന്റെയും ആണിയിടുന്ന ഭാഗത്ത് 2 അടയാളങ്ങളുണ്ടായിരുന്നു. അയാൾ ചക്രത്തിന്റെ ആണികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഒരു ആണിയുടെ തല നക്ഷത്ര രൂപത്തിലും മറ്റേത് ത്രികോണ രൂപത്തിലുമാണുള്ളത്. ഗൗതമൻ 2 ആണിയും സൂക്ഷ്മമായി ഊരിയെടുത്തു. ആണികൾ 2 ഊരിയതും രഥത്തിന്റെ മുൻചക്രം കുറച്ച് ഊരി വന്നു. ഊരി വന്ന ചക്രം താഴെ വീഴാതെ യഥാസ്ഥാനത്ത് തന്നെ വെച്ച് ഗൗതമൻ ഊരിയെടുത്ത ആണികൾ സൂക്ഷ്മമായി വീക്ഷിച്ചു. ആണികളുടെ തലയേറ്റങ്ങൾ നക്ഷത്ര ത്രികോണ രൂപങ്ങളിലാണെങ്കിലും വാലറ്റങ്ങളിൽ അത്ര വ്യത്യാസമുള്ളതായി തോന്നിയില്ല. പക്ഷേ നക്ഷത്ര തലയുള്ള ആണിയുടെ വാലിൽ നിന്നും ഉള്ളിലേക്കൊരു ദ്വാരമുണ്ട്. ത്രികോണ തലയുള്ള ആണിയുടെ വാലറ്റം ഒരു പൊടിക്ക് വണ്ണം കുറവുണ്ട്. ഗൗതമൻ ആണികളുടെ 2 വാലറ്റങ്ങളും ചേർത്ത് പിടിച്ചു നോക്കി. നക്ഷത്ര തലയുള്ള ആണികളുടെ വാലറ്റത്ത് നിന്നും ഉള്ളിലേക്കുള്ള ദ്വാരത്തിന്റെ അതേ അളവാണ് ത്രികോണത്തലയുള്ള ആണിയുടെ വാലറ്റത്തിന്. പെട്ടെന്ന് ഉള്ളിലുണ്ടായിരുന്ന ഒരു തോന്നലിൽ അയാൾ തറയിലിരുന്ന് നക്ഷത്രത്തലയുള്ള ആണിയുടെ ദ്വാരത്തിന് സമാന്തരമായി ത്രികോണത്തലയുള്ള ആണിയുടെ വാലറ്റം ചേർത്ത് വെച്ചു. ചില തോന്നലുകൾ ഇങ്ങനെയാണ്. മനസ്സ് പറയുന്നതിനൊപ്പം നമ്മൾ യാന്ത്രികമായി ചലിച്ചു പോകും. ആണികൾ പരസ്പരം സമാന്തരമായി ചേർത്ത് വെച്ചതും എന്തോ കാന്തിക വലയത്തിൽപ്പെട്ടതുപോലെ നക്ഷത്രത്തലയുള്ള ആണിയുടെ ദ്വാരത്തിലേക്ക് ത്രികോണത്തലയുള്ള ആണിയുടെ വാലറ്റം വലിച്ചടിപ്പിക്കപ്പെട്ടു. ദ്വാരത്തിന്റെ ഉള്ളിലേക്ക് വാലറ്റം കയറിയതും ത്രികോണത്തല തനിയെ വലത്തുഭാഗത്തേക്ക് തിരിഞ്ഞ് ആണികൾ നിശ്ചലമായി. ഇനിയും എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നറിയാൻ കുറച്ചു നേരം കൂടി ആണികൾ നന്നായി നിരീക്ഷിച്ചു. അനക്കമൊന്നുമില്ല എന്ന് ഉറപ്പായപ്പോൾ അയാളത് കയ്യിലേക്കെടുത്തു. ഇപ്പോഴത് കണ്ടാൽ ഒരു താക്കോലിന്റെ സാമ്യമുണ്ട്. ഗൗതമന് വിശ്വസിക്കാനായില്ല. ചിത്രരഥപ്പൂട്ടിന്റെ താക്കോലാണ് കണ്ടെത്തിയതെങ്കിൽ തന്നെ ഇതിനി എങ്ങനെയാണ് തുറക്കുക? ഗൗതമൻ വീണ്ടും ആശയക്കുഴപ്പത്തിലായി. താക്കോൽ ദ്വാരത്തിനായി വാതിലിൽ അടിമുടി പരതിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വാതിലിൽ നോക്കി അയാൾ നിലത്തിരുന്നു. പെട്ടെന്ന് മുൻപ് ഊരിയിരുന്ന രഥത്തിന്റെ മുൻചക്രം ഗൗതമന്റെ നേരെ ഊരി വീണു. പക്ഷെ ഒരു അഭ്യാസിയുടെ മെയ്വഴക്കത്തോടെ അയാൾ ഒഴിഞ്ഞു മാറി. നിലത്തു നിന്നും അത് ഉയർത്തി യഥാസ്ഥാനത്ത് വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾക്കതിന് കഴിഞ്ഞില്ല. വിചാരിച്ചതിലും ഭാരമുണ്ടായിരുന്നു അതിന്. മുൻപ് പൂർണ്ണമായി ഊരി വീഴാതിരുന്നത് കൊണ്ടാവും തിരികെ ഉള്ളിൽ വെച്ചപ്പോൾ അത്ര ഭാരം തോന്നാതിരുന്നത്. പിൻചക്രവും ഊരി വീഴുമോ എന്നറിയാൻ ഗൗതമൻ അത് ഇളക്കി നോക്കി. പക്ഷേ അതിന് ഒരനക്കവുമില്ലായിരുന്നു. രഥചക്രത്തിന്റെ മുകളിൽ ഇരിപ്പുറപ്പിച്ച് വാതിലിൽ ചക്രം ഉറപ്പിച്ചിരുന്ന ഭാഗത്തേക്ക് വെറുതെ നോക്കിയപ്പോഴാണ് ഒരു നക്ഷത്ര ചിഹ്നം കണ്ടത്. അതിശയത്തോടെ അയാൾ അതിൻ്റെ അടുത്തേക്ക് എത്തി. വാതിലിൽ ഉള്ളിലേക്ക് തുരന്നു കുത്തിയെടുത്ത നിലയായിരുന്നു നക്ഷത്ര ചിഹ്നമായി ഉണ്ടായിരുന്നത്. അതൊരു അടപ്പാണ്. സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോഴാണത് മനസ്സിലായത്. ഗൗതമൻ കയ്യിലുണ്ടായിരുന്ന ആണികൾ തമ്മിൽ യോജിപ്പിച്ച താക്കോലിന്റെ നക്ഷത്രത്തല നോക്കി. നക്ഷത്രത്തലയുടെ ഒരു വശം വാതിലിലെ നക്ഷത്ര ചിഹ്നങ്ങളിലേക്ക് ഇറങ്ങും വിധമാണുള്ളത്. ഗൗതമൻ താക്കോലിലെ നക്ഷത്രത്തല നക്ഷത്ര ചിഹ്നത്തിലേക്ക് ചേർത്ത് വെച്ച് ഇടത്തേക്കും വലത്തേക്കും തിരിച്ചു നോക്കി. ഇടത്തേക്ക് തിരിച്ചതും നക്ഷത്ര ചിഹ്നത്തിനൊപ്പം തിരിഞ്ഞു. 2 വൃത്തം പൂർണ്ണമായി തിരിഞ്ഞതും അടപ്പ് വാതിലിൽ നിന്നും വേർപെട്ടു. അടപ്പ് തുറന്നതും അതിൻ്റെ ഉള്ളിൽ മറ്റൊരു താക്കോൽ ദ്വാരം. സാധാരണ താക്കോൽ ദ്വാരം പോലെയായിരുന്നില്ല അത്. അതിൻ്റെ നടുക്ക് ദ്വാരവും സാധാരണ താക്കോൽ ദ്വാരത്തിലുള്ള പോലെ താഴേക്കുള്ള വെട്ട് മാത്രമല്ലാതെ മുകളിലേക്കും ഒരു വെട്ടുണ്ട്. അയാൾ കൈവശമുള്ള താക്കോലിന്റെ ത്രികോണത്തിലേക്ക് നോക്കി. വാതിലിനോട് ചെവി ചേർത്ത് വെച്ച് കാതോർത്തുകൊണ്ട് ത്രികോണത്തല താക്കോൽ ദ്വാരത്തിന്റെ ഉള്ളിലേക്ക് ഗൗതമൻ പതിയെ കടത്തി. താക്കോൽ ഇടത്തേക്കും വലത്തേക്കും അനക്കി തിരിച്ചുകൊണ്ട് കാതോർത്തുകൊണ്ടേയിരുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും താക്കോൽ ഒരു വശത്തേക്കും തിരിയുകയോ ഒന്ന് അനങ്ങുകയോ ചെയ്തില്ല. നിരാശയോടെ ഗൗതമൻ താക്കോൽ തിരികെ ഉയരാൻ ശ്രമിക്കവേ കുറച്ചു ഭാഗം മാത്രം പുറത്തേക്ക് വന്നതിന് ശേഷം അത് താക്കോൽ ദ്വാരത്തിന്റെ ഉള്ളിൽ കുടുങ്ങി. തിരികെ ഉയരാൻ പറ്റാതെയായി. താക്കോല് കുടുങ്ങുകയും കൂടി ചെയ്തതോടെ അയാളാകെ തളർന്നു. അവസാന ശ്രമമെന്ന പോലെ ഗൗതമൻ താക്കോലിൽ പിടിച്ച് വീണ്ടും ബലമായി ഇളക്കിക്കൊണ്ട് പിന്നിലേക്ക് വലിച്ചു. ഇടത്തേക്കും വലത്തേക്കും തിരിച്ചുകൊണ്ട് വലിച്ചു നോക്കി. 2ാം തവണ ഇടത്തേക്ക് ഇളക്കി തിരിച്ചതും താക്കോൽ ഒരു തവണ തിരിഞ്ഞു. അത്ഭുതത്തോടെ അയാൾ വാതിലിനോട് കാത് ചേർത്ത് താക്കോൽ വീണ്ടും ഇടത്തേക്ക് തിരിച്ചു. 3ാം തവണ തിരിഞ്ഞതും വാതിലിന്റെ ഉള്ളിൽ നിന്നും ഒരു നേർത്ത മണിനാദം ഗൗതമന്റെ കാതിൽ വന്നു വീണു. മണിനാദം കേട്ടതും സന്തോഷത്തോടെ അയാൾ വാതിലിൽ ആഞ്ഞു തള്ളി. പക്ഷേ വാതിൽ തുറന്നില്ല. വാതിലിൽ ആഞ്ഞു തള്ളിയതും തള്ളലിന്റെ ശക്തിയിൽ അയാൾ ഒരു വശത്തേക്ക് വീഴാൻ തുടങ്ങി. വീഴാതിരിക്കാൻ രഥത്തിന്റെ മുൻചക്രത്തിൽ ചാടി പിടിച്ചതും ചക്രം 2 തവണ തിരിഞ്ഞ് മണിനാദത്തോടുകൂടി വാതിൽ തുറന്നതും ഒരുമിച്ചായിരുന്നു. ഗൗതമന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അയാൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. മുറിയുടെ ഉൾവശം നല്ല വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ട്യൂബ് ലൈറ്റുകൾ തെളിച്ചതിന് സമാനമായ വെളിച്ചം മുറിയിലാകെ പരക്കുന്നുണ്ട്. എവിടെ നിന്നാണ് വെളിച്ചത്തിന്റെ ഉറവിടമെന്നറിയാൻ അയാൾ തലയുയർത്തി നോക്കി. പുറത്തുള്ളതുപോലെ തന്നെ കോൺക്രീറ്റ് വാർത്തതിന് സമാനമായ
മേൽക്കൂരയാണ് ഇവിടെയുള്ളത്. മേൽക്കൂരയിൽ പല ഭാഗങ്ങളിലായി വൃത്താകൃതിയിൽ ഉറപ്പിച്ചിരിക്കുന്ന സ്ഫടികം പോലെ തോന്നിക്കുന്ന ഭാഗത്ത് നിന്നുമാണ് മുറിയിലാകെ വെളിച്ചം പരക്കുന്നത്. പുറത്തുള്ള മുറിയുടെ രണ്ടിരട്ടി വലിപ്പമുണ്ട് ഇതിന്. ഗൗതമൻ മുറിയുടെ ചുവരുകൾ ശ്രദ്ധിച്ചു. അങ്ങിങ്ങായി ചുവരുകളിൽ പഴയകാല ബ്രിട്ടീഷ് ഭരണാധികാരികളെന്ന് തോന്നുന്നവരുടെ ചിത്രങ്ങൾ സ്ത്രീ പുരുഷ ഭേദമന്യേ ഫ്രെയിം ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. ചിലരുടെയൊക്കെ ചിത്രങ്ങൾ എവിടെയോ കണ്ടതായി ഓർമ്മയിലുണ്ട്. ചിത്രങ്ങൾ കണ്ട് നടക്കുമ്പോഴാണ് കാലിൽ എന്തോ തട്ടിയത്. ഗൗതമൻ നിലത്തു നിന്നും അതെടുത്ത് നോക്കി. ഇളം നീല നിറത്തിലുള്ള വജ്രത്തിന്റെ രൂപത്തിൽ ചെത്തിയൊതുക്കിയെടുത്ത ഒരു സ്ഫടിക കഷ്ണമായിരുന്നു അത്. താളിയോലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്ന വജ്രങ്ങൾ ഇവയായിരിക്കുമോ? അയാളുടെ മനസ്സിൽ സംശയം തലപൊക്കി. ഗൗതമൻ അത് വെളിച്ചത്തിലേക്ക് നീക്കി പിടിച്ചു നോക്കി. അത്ഭുതമെന്ന് പറയാം, വെളിച്ചത്ത് പിടിക്കുമ്പോൾ അതിന് നിറമില്ല. വെറുമൊരു സ്ഫടികം മാത്രമാണതിപ്പോൾ. അത് ഉയർത്തി വെളിച്ചത്തിന് നേരെ പിടിച്ച് ഒരു കണ്ണടച്ച് നോക്കുമ്പോഴാണത് അയാളത് ശ്രദ്ധിച്ചത്. മേൽക്കൂരയിൽ നിന്നും വെളിച്ചം വരുന്ന ഭാഗത്തേക്ക് ചെറിയൊരു ദ്വാരമാണുള്ളത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഗൗതമന് കാര്യം മനസ്സിലായി. വെളിച്ചം വരുന്ന ദ്വാരത്തെ ഭാഗത്ത് നിന്ന് ഇളകി വീണതാണ് ഈ സ്ഫടികം. മേൽക്കൂരയിൽ ഇത്തരം സ്ഫടികങ്ങളാണ് ഉറപ്പിച്ചിരിക്കുന്നത്. വജ്രരൂപത്തിലുള്ള സ്ഫടിക കഷ്ണങ്ങൾ തല കീഴായി പതിപ്പിച്ചിരിക്കുകയാണ്. ദ്വാരത്തിലൂടെ വരുന്ന വെളിച്ചം സ്ഫടികത്തിന്റെ വാൽത്തുമ്പിലൂടെ കടന്ന് മറുപുറത്ത് പ്രതിഫലിക്കുമ്പോഴാണ് മുറിയിൽ പരന്നിരിക്കുന്ന വെളിച്ചം ഉണ്ടായിരിക്കുന്നത്. ചിത്രരഥപ്പൂട്ടിന്റെ രഹസ്യമറിയാൻ കതകിന്റെ പിൻവശത്ത് കുറേയേറെ നിരീക്ഷിച്ചുവെങ്കിലും ഗൗതമന് യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 6 ഇഞ്ചോളം കനമുള്ള തടിക്കതകിന്റെ ഉള്ളിലാണ് അത് ഒളിപ്പിച്ചിരിക്കുന്നത്. ചിത്രരഥപ്പൂട്ടിന്റെ രഹസ്യം കണ്ടെത്താൻ കഴിയാത്തതിൽ ഗൗതമന് വല്ലാത്ത നിരാശ തോന്നി. ഇനി അതിന്റെ രഹസ്യം കണ്ടെത്തണമെങ്കിൽ ആ കതക് പൊളിക്കേണ്ടി വന്നേക്കാം. കതക് പൊളിച്ചാൽ തന്നെ പൊളിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു പിഴവ് മതി. പിന്നെ പൂട്ട് പൂർണ്ണ രൂപത്തിൽ പുറത്തെടുക്കാൻ കഴിയില്ല. ആദ്യത്തെ മുറിയേക്കാളും 2 ഇരട്ടി വലിപ്പമുണ്ടെങ്കിലും വീതി കുറവ്, നീളം കൂടുതലാണ് ഈ മുറിക്ക്. മുറിക്കുള്ളിൽ 2 വാതിലുകളാണുള്ളത്. മുറിയുടെ നീളത്തിന്റെ 2 തലക്കിലുള്ള ഭിത്തികളിൽ സമാന്തരമായ സ്ഥാനത്താണ് വാതിലുള്ളത്. മുറിയുടെ 2 വശങ്ങളിലും യൂറോപ്യൻ വാദ്യോപകരണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ലോഹങ്ങളിൽ തീർത്തവ മാത്രം പൂർണ്ണ രൂപത്തിലുണ്ട്. തടിയിലും മൃഗത്തോലുകളിലും തീർത്തവ ഭൂരിഭാഗവും ജീർണാവസ്ഥയിലാണുള്ളത്. മുറിയുടെ അളവും വാദ്യോപകരണങ്ങളുടെ സാന്നിധ്യവും അതൊരു കലാപരിപാടികൾ നടന്നിരുന്ന അരങ്ങായാണ് സൂചിപ്പിക്കുന്നത്. മുറിയുടെ ആദ്യം കണ്ട വാതിൽ ഗൗതമൻ പരിശോധിച്ചു. ചിത്രപ്പണികളോ അസാധാരണമായി യാതൊരു സൂചനകളോ ഇല്ലാത്തൊരു വാതിൽ. താളിയോലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ വന്നു. ഓരോ മുറിയിലും 2 വാതിലുകളാണുള്ളത്. ഒന്ന് പാലസിന് പുറത്തേക്കും മറ്റൊന്ന് അടുത്ത മുറിയിലേക്കും. സാധാരണമായി തോന്നിക്കാവുന്ന വാതിലുകൾ പാലസിന് പുറത്തേക്കുള്ളവയായിരിക്കും. അയാളത് ഊഹിച്ചു. പരിശോധിച്ച വാതിലിന് സമാന്തരമായ ഭിത്തിയിലാണ് അടുത്ത വാതിലുള്ളത്. കുറച്ചു ദൂരത്തായതിനാൽ അത്ര വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ഗൗതമൻ 2ാമത്തെ വാതിലിന് നേരെ നടന്നു. വാതിലിനോടുള്ള ദൂരം കുറയും തോറും അയാൾക്ക് മുന്നിൽ വാതിലിലെ രൂപം തെളിഞ്ഞു വന്നു. വാതിലിനെ പൊതിഞ്ഞിരിക്കുന്ന മാറാലയ്ക്കും പൊടിക്കുമിടയിലും ആ രൂപം അയാൾ തിരിച്ചറിഞ്ഞു. കുഞ്ചുരോമങ്ങൾ പടർത്തിയാടുന്ന കുതിരത്തലയും മുൻകാലുകളും. അശ്യാംശം. വാതിൽ മറഞ്ഞു കിടന്നിരുന്ന മാറാലകൾ ഗൗതമൻ കൈകൾ കൊണ്ട് വകഞ്ഞു മാറ്റി. കുഞ്ചുരോമം പടർത്തിയോടുന്ന കുതിരത്തലയും മുൻകാലുകളും. അയാൾ മൂക്കും വായയും കൈകൾ കൊണ്ട് മറച്ചു പിടിച്ച് വാതിലിൽ ആഞ്ഞു ചവിട്ടി. വാതിലിൽ പടർന്നിരുന്ന പൊടിപടലങ്ങൾ താഴേക്ക് ഊർന്നു വീണു. വാതിലിലെ കുതിരയുടെ രൂപം അതിസൂക്ഷ്മമായി അയാൾ നിരീക്ഷിച്ചു. ചിത്രരഥപ്പൂട്ടിലെ രഥത്തിൻ്റെയും കുതിരകളുടെയും രൂപങ്ങൾ പോലെ തന്നെ ഇതും വാതിലിൽ നിന്നും പുറത്തേക്ക് എടുത്ത് കാണിക്കും വിധമാണ് ഒത്തിവെച്ചിരിക്കുന്നത്. പണിശാലയിൽ നിന്നും കിട്ടിയ പലകയിൽ കൊത്തിരിക്കുന്ന അശ്വാംശത്തിന്റെ മാതൃക അയാൾ മനസ്സിലോർത്തു. കുഞ്ചുരോമങ്ങളിലെ 2ാം തട്ടിലും കുതിരയുടെ കണ്ണിന്റെ ഭാഗത്തും ഉണ്ടായിരുന്ന നക്ഷത്ര ചിഹ്നങ്ങൾ ഓർത്തു. ഗൗതമൻ ആ ഭാഗങ്ങൾ സൂക്ഷ്മമായി നോക്കി. കുതിരയുടെ കണ്ണടഞ്ഞിട്ടാണുള്ളത്. കുഞ്ചുരോമങ്ങളുടെ 2ാം തട്ടിന്റെ ഭാഗത്ത് നക്ഷത്ര ചിഹ്നം കണ്ട ഭാഗത്ത് യാതൊരു സൂചനകളും പ്രത്യക്ഷത്തിൽ കാണാനും സാധിക്കുന്നില്ല. ഗൗതമൻ ആശയക്കുഴപ്പത്തിലായി. കുതിരയുടെ കുഞ്ചുരോമം പോലും ജീവനുള്ള കുതിരയുടേതെന്ന് തോന്നും വിധം കൃത്രിമമായി സൃഷ്ടിച്ചിട്ടുണ്ട്. ഗൗതമൻ കുഞ്ചുരോമങ്ങളിലൂടെ തലോടും വിധം വിരലുകൾ ഓടിച്ചു. കുഞ്ചുരോമത്തിന്റെ 2ാം തട്ടിലൂടെ വിരലുകൾ ഓടിക്കുമ്പോഴാണ് വിരലുകളിൽ എന്തോ തടയുന്നതായി അയാൾക്ക് തോന്നിയത്. അയാൾ വീണ്ടും പലതവണ കുഞ്ചുരോമങ്ങളിലൂടെ വിരലുകൾ ഓടിച്ചു. ഗോളാകൃതിയിലുള്ള എന്തോ ഒന്നാണ് വിരലുകളിൽ തടയുന്നത്. ഗൗതമൻ 2ാം തട്ടിലെ കുഞ്ചുരോമങ്ങൾ വിരലുകൾ കൊണ്ട് വകഞ്ഞു മാറ്റി. കുഞ്ചുരോമങ്ങൾക്കിടയിൽ ഒരു ഇരുമ്പാണിയുടെ അഗ്രത്തായി കാഴ്ചയിലും വലിപ്പത്തിലും ഗോലി സോഡയുടെ ഗോലിയോട് സാമ്യമുള്ള ഒരു ചെറിയ ഗോളം ഉറപ്പിച്ചിരിക്കുന്നു. അയാൾ ഇരുമ്പാണിയുടെ അഗ്രത്തിൽ നിന്നും അത് ഇളക്കിയെടുക്കാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും ആ ശ്രമം ലക്ഷ്യം കണ്ടില്ല. ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷമാണ് ഗൗതമൻ അത് ചിന്തിച്ചത്. ഒരുപക്ഷെ ആ ഗോളം അത് ഉറപ്പിച്ചിരിക്കുന്ന ആണിയോട് കൂടി ഇണക്കിയെടുത്തതാണെങ്കിലോ? ഒട്ടും സമയം കളയാതെ അയാൾ ആണിയിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു നോക്കി. ഒരു പൂവിറുക്കുന്ന ലാഘവത്തിൽ ആണി ഒരു ഗൗതമന്റെ കയ്യിലിരുന്നു. പൂട്ടിനെ കുറിച്ച് അറിയാവുന്നയാൾക്ക് നിസ്സാരമായി അഴിക്കാവുന്ന തരത്തിലാണ് പൂട്ടിന്റെ ഓരോ ഘട്ടവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പൂട്ടിനെ കുറിച്ചോ അത് തുറക്കാനോ അറിയാത്ത ഒരാൾക്കിതെല്ലാം ഓരോ ഘട്ടങ്ങളും അത്ഭുതങ്ങളാണ്.
ഗോലിയും ആണിയും കയ്യിൽ കിട്ടിയെങ്കിലും അത് ഇനിയും എന്താണ് ചെയ്യേണ്ടതെന്ന ആശയക്കുഴപ്പത്തിൽ ഗൗതമൻ നിശ്ചലനായി വാതിലും നോക്കി നിന്നു. പണിശാലയിൽ നിന്നും കിട്ടിയ പലകയിൽ കുതിരയുടെ കണ്ണിന്റെ ഭാഗത്തുണ്ടായിരുന്ന നക്ഷത്ര ചിഹ്നം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും ഒരുത്തും പിടിയും കിട്ടുന്നില്ല. ഒരുപക്ഷെ അടഞ്ഞിരിക്കുന്ന കുതിരയുടെ കണ്ണിനുള്ളിലായിരിക്കണം അക്ഷാംശത്തിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. ബാഗിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അയാൾ കുതിരയുടെ കൺപോള കുത്തി തുറക്കാൻ ശ്രമിച്ചെങ്കിലും നിരുപാധികം തോൽവി സമ്മതിക്കേണ്ടി വന്നു. കുതിരയുടെ കൺപോള ലോഹനിർമ്മിതമാണ്. നിരാശയോടെ ഗൗതമൻ വാതിലിൽ ആഞ്ഞു തൊഴിച്ചു. വാതിലിൽ തൊഴി കൊണ്ടതും അയാൾ തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു നിമിഷത്തേക്ക് കുതിരയുടെ കണ്ണ് തുറന്നടഞ്ഞു. വാതിലിനോട് കുറച്ചുകൂടി അടുത്ത് നിന്ന് അയാൾ വീണ്ടും വാതിലിൽ തൊഴിച്ചു. പക്ഷെ ഇത്തവണ കുതിരയുടെ കണ്ണ് തുറന്നില്ല. ഇനി ആദ്യം തൊഴിച്ചപ്പോൾ കണ്ണ് തുറന്നതായി തോന്നിയതാണോ ഗൗതമന് സംശയമായി. അയാൾ വീണ്ടും ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് തൊഴിച്ചു. വീണ്ടും കുതിരയുടെ കണ്ണ് തുറന്നടഞ്ഞു. കുതിരയുടെ വലതുകാലിൽ തൊഴിക്കുമ്പോഴാണ് കണ്ണ് തുറന്നടയുന്നത്. തൊഴിക്കുമ്പോൾ ഗൗതമൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പക്ഷെ തുറക്കുന്ന കണ്ണ് ഒരു നിമിഷത്തേക്ക് ശേഷം തന്നെ അടഞ്ഞ് വീണ്ടും പൂർവ്വസ്ഥിതിയിലാവുകയാണ്. അയാൾ തുടരെ കുതിരയുടെ വലതുകാലിൽ തൊഴിച്ചുകൊണ്ട് തുറന്നടയുന്ന കുതിരയുടെ കണ്ണിൽ തന്നെ ശ്രദ്ധിച്ചു. കുതിരയുടെ കണ്ണിന്റെ കൃഷ്ണമണി ചൂഴ്ന്നെടുത്ത നിലയിലാണുള്ളത്. ഗൗതമന്റെ കയ്യിലുണ്ടായിരുന്ന പുഞ്ചിരോമങ്ങൾക്കിടയിൽ നിന്നും കിട്ടിയ ആണിയുടെ അറ്റത്തുറപ്പിച്ച ഗോളം നോക്കി. കുതിരയുടെ ചൂഴ്ന്നെടുത്ത കൃഷ്ണമണിയുടെ അതേ അളവാണ് ഗോളത്തിനുള്ളത്. വെറുതെ ഒരു പരീക്ഷണത്തിനായി അയാൾ ആണി അടഞ്ഞു കിടക്കുന്ന കുതിരയുടെ കണ്ണിനോട് അടുപ്പിച്ച് പിടിച്ച ശേഷം കുതിരയുടെ വലതുകാലിൽ തൊഴിച്ചു. കണ്ണു തുറന്നതും ആണിയുടെ അറ്റത്തുണ്ടായിരുന്ന ഗോളം ചൂഴ്ന്നെടുക്കപ്പെട്ട കൃഷ്ണമണിയുടെ കുഴിയിലേക്ക് ഇറക്കി വച്ചയുടനെ ഒരു കാന്തത്തിൽ എന്നതുപോലെ ഗോളം അതിലേക്ക് ഉറയ്ക്കുകയും കുതിരയുടെ കണ്ണ് പൂർണ്ണമായി തുറക്കുകയും ചെയ്തു. 2 നിമിഷത്തിന് ശേഷം അതുവരെ അടഞ്ഞിരുന്ന കുതിരയുടെ ഇടതുമൂക്കിന്റെ ദ്വാരവും തുറക്കപ്പെട്ടു. അതിന്റെ ഉള്ളിൽ എസ് ആകൃതിയിലുള്ള ഒരു താക്കോൽ ദ്വാരമെന്ന് തോന്നിക്കുന്ന ദ്വാരവും പ്രത്യക്ഷപ്പെട്ടു. ഗൗതമൻ ആശ്ചര്യത്തോടെ താക്കോൽ ദ്വാരമെന്ന് തോന്നിയ ഭാഗം സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അപരിചിതമാണെങ്കിലും പൂട്ട് ഇത്രയും തുറന്ന അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇനിയും മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് യാതൊരു സൂചനകളുമില്ലാതെ ഗൗതമൻ ആകെ വിഷമത്തിലായി. കുതിരയുടെ കണ്ണിലുറപ്പിച്ച ഗോളത്തിന്റെ ബാക്കിയായ ആണിയിൽ പിടിച്ച് അയാൾ വെറുതെ ഇളക്കുകയും തിരിച്ചുമൊക്കെ നോക്കി. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. ആണിയിൽ പിടിച്ച് വെറുതെ പിന്നിലേക്ക് വലിച്ചതും പെട്ടെന്ന് ആണി ഗോളത്തിന്റെ ഉള്ളിൽ നിന്നും ഊരി വന്നു. പിന്നിലേക്ക് ആണി വലിച്ച ആയത്തിൽ ഗൗതമന്റെ കയ്യിൽ നിന്നും ആണി വഴുതി തെറിച്ച് നിലത്തേക്ക് വീണു. ആണി നിലത്തേക്ക് വഴുതി വീണത് അപ്പോഴയാൾ ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം എന്തെങ്കിലും വിധത്തിൽ വാതിൽ തുറക്കപ്പെടുന്നുണ്ടോ എന്നതിലായിരുന്നു ശ്രദ്ധ മുഴുവനും. പെട്ടെന്നാണ് ആണി ഊരിയപ്പോൾ കുതിരയുടെ കണ്ണിനുണ്ടായ മാറ്റം അയാൾ ശ്രദ്ധിച്ചത്. കുതിരയുടെ കണ്ണിൽ ഉറപ്പിച്ച ഗോളത്തിൽ ആണി ഉറപ്പിച്ചിരുന്ന ഭാഗത്ത് കുതിരയുടെ മൂക്കിന്റെ ദ്വാരത്തിൽ കണ്ട എസ് മാതൃകയിലുള്ള അതേ ദ്വാരം. ഗൗതമന്റെ ശിരസിലെ ഞരമ്പുകളിലൂടെ രക്തം ഇരച്ചു കയറി കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. പെട്ടെന്ന് അയാൾ ആണിയെക്കുറിച്ച് ഓർത്തു. ഗോളത്തിൽ ഇങ്ങനെയൊരു ദ്വാരം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും ആണിയുടെ അറ്റത്ത് ഇതിന് സമാനമായ ഒരു മാതൃക ഉണ്ടായിരിക്കണം. അയാൾ നിലത്താകെ പരതി. ഗൗതമൻ നിന്നിരുന്നതിന് കുറച്ചു ദൂരം പിന്നിലായി ഇടതുവശത്ത് ഭിത്തിയോട് ചേർന്ന് ആണി കിടക്കുന്നത് അയാൾ കണ്ടു. ഗൗതമന്റെ കണ്ണുകൾ തിളങ്ങി. വെപ്രാളത്തോടെ ഓടിപ്പോയി അതെടുത്തു. അയാൾ ഊഹിച്ചതുപോലെ തന്നെയായിരുന്നു. ഗോളത്തിന്റെ ഉള്ളിൽ ഉറച്ചിരുന്ന ആണിയുടെ അറ്റത്ത് എസ് മാതൃകയിൽ ആണിയുടെ അതേ ലോഹത്തിൽ നിർമ്മിച്ച് വിളക്കി ചേർത്തിരിക്കുന്നു. ഗൗതമൻ ആണിയുമായി വാതിലിന്റെ അരികിലെത്തി. കുതിരയുടെ മൂക്കിൽ കണ്ട എസ് മാതൃകയിലുള്ള താക്കോൽ ദ്വാരത്തിലേക്ക് ആണിയുടെ തലയ്ക്കൽ വിളക്കി ചേർത്തിരുന്ന എസ് മാതൃകയിലുള്ള ഭാഗം കടത്തിവിട്ടു. ആണി പൂർണ്ണമായും ദ്വാരത്തിനകത്തേക്ക് കയറിയതും ഉള്ളിൽ നിന്നും വലിച്ചെടുക്കും വിധം ആണി അകത്തേക്ക് കയറിപ്പോയി. 2 നിമിഷങ്ങൾക്ക് ശേഷം കുതിരയുടെ തുറന്നിരുന്ന കണ്ണും ഇടതുമൂക്കിലെ ദ്വാരവും അടയുകയും വലിയ ശബ്ദത്തോടുകൂടി വാതിൽ തുറക്കപ്പെടുകയും ചെയ്തു. പാതി തനിയെ തുറന്ന വാതിൽ പൂർണ്ണമായി തുറന്ന അയാൾ അകത്തേക്ക് കയറിയ ഉടനെ വാതിലിന്റെ പിൻവശം മുഴുവനും ഗൗതമൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. പക്ഷേ അശ്വാംശത്തിന്റെയും നിർമ്മിതി 6 ഇഞ്ച് കനമുള്ള തടി നിർമ്മിതമായ ആ കതകിനകത്തായിരുന്നു. പൂട്ടുകളുടെ രഹസ്യം അറിയണമെങ്കിൽ തീർച്ചയായും കതകുകൾ പൊളിക്കേണ്ടി വരും. കതകുകൾ പൊളിച്ചാൽ തന്നെ പൂട്ടുകൾ പൂർണ്ണ രൂപത്തിൽ പുറത്തെടുക്കാൻ കഴിയുമെന്നതിന് യാതൊരു ഉറപ്പുമില്ല. ഓരോ സൂത്രപ്പൂട്ടുകളുടെയും നിർമ്മാണം സൂത്രങ്ങളുടെ സൂക്ഷ്മമായ ഇണക്കാലുകളിലാണ് പൂർണ്ണമായിരിക്കുന്നത്. ശക്തമായ ഇളക്കങ്ങളോ കുലുക്കങ്ങളോ അവയെ ബാധിച്ചാൽ സൂത്രങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം വേർപെട്ടേക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കതകുകൾ പൊളിച്ച് പൂട്ടുകളുടെ രഹസ്യം കണ്ടെത്താൻ ഗൗതമന് മനസ്സ് വന്നില്ല. സൂത്രപ്പൂട്ടുകൾ അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ നിലനിർത്തി അതിൻ്റെ രഹസ്യം കണ്ടെത്തുക എന്ന ഉദ്യമത്തിൽ നിന്നും ഗൗതമൻ പിൻവാങ്ങി. സൂത്രപ്പൂട്ടുകൾ അവയുടെ പൂർണ്ണതയിൽ തന്നെ അവസാനം വരെ നിലനിൽക്കട്ടെ. ആദ്യത്തെ 2 മുറികളേക്കാൾ വളരെ വ്യത്യസ്തമായൊരു മുറിയാണിത്. അതിൽ പ്രധാനം അതിന് മേൽക്കൂരയില്ല എന്നത് തന്നെയാണ്. ഒരു ഭാഗത്ത് ഭിത്തിയോട് ചേർന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വള്ളിക്കുടിലും അതിൻ്റെ ഉള്ളിലൊരു സിമന്റ് ചാരുബെഞ്ചും, ഭിത്തികളോട് ചേർന്ന് വളർന്നു നിൽക്കുന്ന പൂച്ചെടികൾ. ഒട്ടുമിക്ക ചെടികളിലും പൂക്കളുണ്ട്. പൂക്കളുടെ വാസന മുറിയാകെ നിറഞ്ഞിരിക്കുകയാണ്. ഒരു വലിയൊരു കുടയ്ക്ക് കീഴിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു യൂറോപ്യൻ പിയാനോ.
ആകെ ഒരു റൊമാൻറ്റിക് ടച്ചുണ്ട് ആ മുറിക്ക്. ചെറിയ തണൽ മരങ്ങളും പുറംഭിത്തികളിൽ സമാന്തരമായി സ്ഥാപിച്ചിരിക്കുന്ന വലിയ അടികളിലൂടെ വരുന്ന കാറ്റും ആ മുറിയെ മൊത്തത്തിലൊരു പ്രണയാതുരമാക്കുന്നുണ്ട്. മുറിയുടെ ഒത്ത നടുക്കൊരു ചെറിയ കുളമുണ്ട്. കുളത്തിന് നടുവിൽ ഒരാൾക്ക് നിൽക്കാൻ പാകത്തിന് ഒരു സിമന്റ് തറയും അതിലൊരു പുസ്തക പീഠമുണ്ട്. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഗൗതമന് മനസ്സിലായത്, പുസ്തകപീഠം മാത്രമല്ല, പുസ്തകപീഠത്തിൽ തുറന്നു വെച്ച ഒരു പുസ്തകവുമുണ്ട്. അയാൾ കുളത്തിന് ചുറ്റും നടന്ന് പുസ്തകത്തിനടുത്തെത്താനുള്ള വഴി ആലോചിച്ചു. കുളത്തിനൊരു വലത്ത് വെച്ച് വന്നപ്പോഴാണ് ഗൗതമൻ അത് കണ്ടത്. കുളത്തിന്റെ 4-ാമത്തെ വശത്ത് വെള്ളത്തിനടിയിൽ കൃത്യം ഒരു പാദത്തിന്റെ അളവിലുള്ള കുറ്റികൾ. അതൊന്നൊന്നായി നീളുന്നത് കുളത്തിന് നടുക്കുള്ള സിമന്റ് തറയിലേക്കാണ്. തോളിൽ നിന്നും ബാഗ് ഊരി കരയിലിട്ട് അയാൾ കുറ്റികളിലൂടെ നടന്ന് സിമന്റ് തറയിലെത്തി. ചിത്രപ്പണികളോടുകൂടിയ സിമന്റിൽ തന്നെ തീർത്തതാണ് പുസ്തകപീഠവും. പെട്ടെന്ന് തന്നെ പുസ്തകവും കയ്യിലെടുത്ത് കുറ്റികളിലൂടെ നടന്ന് അയാൾ കുളക്കരയിലെത്തി. ആകാംക്ഷയോടെ വള്ളിക്കുടിലിന് കീഴിലെ സിമന്റ് ചാരുബെഞ്ചിലേക്കിരുന്ന് ഗൗതമൻ പുസ്തകം തുറന്നു. പുസ്തകം തുറന്നും അയാൾ അമ്പരന്ന് പോയി. ധൃതിയിൽ പുസ്തകത്താളുകൾ ഒന്നൊന്നായി അവസാനത്തേക്ക് വരെ മറിച്ചു അയാൾ. പുസ്തകത്തിന്റെ താളുകൾ ശൂന്യമാണ്. ഒന്നും മനസ്സിലാകാതെ ഗൗതമൻ താടിക്ക് കൈയും കൊടുത്തിരുന്നു. അപ്പോഴാണ് ഗൗതമൻ അത് ശ്രദ്ധിച്ചത്. ഇരുന്നിരുന്ന ചാരുബെഞ്ചിന് സമാന്തരമായുള്ള ഭിത്തിയിൽ 2 വാതിലുകൾ. അയാൾ തിടുക്കത്തിൽ ആ ഭിത്തിക്ക് നേരെ നടന്ന് അടുത്തെത്തിയതും തുറക്കേണ്ടുന്ന വാതിലിൻ്റേത് ഗൗതമന് ചെറിയൊരു സൂചന ലഭിച്ചു. കാരണം അതിലൊരു വാതിലിൽ അസാധാരണമായ കുത്തുപണികളുണ്ടായിരുന്നു. ചുറ്റിപ്പിണഞ്ഞത് 3 പത്തികൾ വിടർത്തിയിരിക്കുന്ന സർപ്പത്തിന്റെ രൂപമാണ് വാതിലിനുള്ളത്. സർപ്പത്തിന്റെ രൂപം കുറച്ചു നേരം നോക്കി നിന്നതും അയാൾക്ക് തല കറങ്ങുന്നതായി തോന്നി. ഗൗതമൻ പെട്ടെന്ന് കുളക്കരയിലേക്ക് നടന്നു. കുളത്തിൽ നിന്നും കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് മുഖം കഴുകി. ശേഷം വീണ്ടും സിമന്റ് ചാരുബെഞ്ചിൽ വന്നിരുന്ന് കുളത്തിന്റെ നടുവിലെ പീഠത്തിൽ നിന്നും കിട്ടിയ പുസ്തകം വെറുതെ എടുത്തു മറിച്ചു. അയാൾക്ക് അയാളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഗൗതമന്റെ കൈവെള്ളയിലെ നനവ് പുസ്തകത്തിൽ ആദ്യ താളിൽ പതിഞ്ഞതും നനവ് പടർന്ന ഭാഗത്ത് 3 തലയുള്ള ഒരു സർപ്പചിത്രത്തിന്റെ ഭാഗിക രൂപം തെളിഞ്ഞു വന്നു. ഗൗതമന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കൈവെള്ളയിൽ അങ്ങിങ്ങായി പടർന്നിരുന്ന വെള്ളം അയാൾ ആ താളിൽ മുഴുവനായി തേച്ചു പിടിപ്പിച്ചു. ഭാഗികമായി തെളിഞ്ഞു വന്ന ചിത്രം ഇപ്പോൾ ഒരു മങ്ങിയ രൂപത്തിൽ പൂർണ്ണമായി തെളിഞ്ഞു വന്നു. അയാൾ പുസ്തകവും എടുത്ത് കുളക്കരയിൽ വന്നിരുന്നു. കുളത്തിലെ വെള്ളത്തിൽ വീണ്ടും കൈമുക്കി പുസ്തകത്താൾ വീണ്ടും പൂർണ്ണമായി നന്നായി നനച്ചു. ഗൗതമന്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. 3 തലയുള്ള സർപ്പത്തിന്റെ ചിത്രം കടും പച്ചനിറത്തിൽ വ്യക്തമായി തെളിഞ്ഞു വന്നു. ഗൗതമൻ പുസ്തകത്തിലെ ചിത്രം വാതിലിൽ കണ്ട സർപ്പവുമായി ഒത്തുനോക്കി. അത് രണ്ടും ഒന്ന് തന്നെയാണ്. സർപ്പചിത്രത്തിന്റെ അടിയിലായി താളിയോലക്കെട്ടിലെ അതേ ലിപിയിൽ എഴുതിയിരിക്കുന്നത് അയാൾ വായിച്ചു. ത്രിസർപ്പകേകം. വായിച്ചിട്ട് അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിലും അത് മറ്റു വാതിലുകൾക്കും പൂട്ടുകൾക്കും ഉണ്ടായിരുന്നതുപോലെ ഒരു വാതിലിനും പൂട്ടിനുമുള്ള പേരാണതെന്ന് ഗൗതമന് മനസ്സിലായി. അയാൾ താളുകൾ ഒന്നൊന്നായി മറിച്ച് കുളത്തിലെ വെള്ളത്തിൽ കൈമുക്കി നനച്ചുകൊണ്ടേയിരുന്നു. നനയുന്ന താളുകളിൽ താളിയോലക്കെട്ടിൽ എഴുതിയിരിക്കുന്ന അതേ ലിപിയിൽ ത്രിസർപ്പകേകം തുറക്കേണ്ടുന്ന രീതിയെക്കുറിച്ച് വിശദമായി എഴുതി വിവരിച്ചിരിക്കുന്നു. പക്ഷെ 6 താളുകൾ മറിച്ച ശേഷം 7-ാമത്തെ താള് മുതൽ കുളത്തിലെ വെള്ളം താളുകളിൽ നനച്ചിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. താളുകൾ നനയുന്നു എന്നല്ലാതെ ഒരക്ഷരമോ ചിത്രങ്ങളോ പോലും തെളിയുന്നില്ല. നനഞ്ഞ ശൂന്യമായ താളുകൾ നോക്കി അയാൾ നെടുവീർപ്പിട്ടു. തെളിഞ്ഞു വന്ന താളുകൾ ഒന്നൊന്നായി ഗൗതമൻ വായിച്ചു തുടങ്ങി. ത്രിസർപ്പകേകം. ഈ സൂത്രപ്പൂട്ടിന്റെ നിർമ്മിതി തികച്ചും വ്യത്യസ്തമാണ്. താക്കോൽ ഉപയോഗിച്ചല്ല പൂട്ട് തുറക്കേണ്ടതെന്നാണ് അതിൽ പ്രധാനം. ത്രിസർപ്പകേകത്തിന്റെ 3 തലകളും അവയിൽ നിന്ന് വേർപെടുത്തിയെടുക്കുന്നവയാണ്. എന്നാൽ 3 തലകളിൽ ഒരെണ്ണം മാത്രമാണ് ഈ സൂത്രപ്പൂട്ടിന്റെ ഇണക്കി സൂത്രം. കൃത്യമായി തല ഊരിയെടുത്താൽ മാത്രമാണ് ത്രിസർപ്പകേകം തുറക്കാൻ കഴിയുക. അത്രയും വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത്ര നിസ്സാരമായിരുന്നോ എന്ന് തോന്നി അയാൾക്ക്. പക്ഷേ താള് മറിച്ച് മറുപുറം വായിച്ചു തുടങ്ങിയപ്പോൾ അയാൾക്ക് മനസ്സിലായി അത്ര നിസ്സാരമായി കണക്കാക്കണ്ടെന്ന്. ത്രിസർപ്പകേകത്തിൽ നിന്നും വേർപെടുത്തുന്നത് ഇണക്കി സൂത്രമായ തലയല്ല എങ്കിൽ പിന്നീട് ഒരിക്കലും ആ വാതിൽ തുറക്കാൻ കഴിയില്ല. ഇണക്കി സൂത്രമായ തലയ്ക്ക് പകരം മറ്റ് 2 തലകളിൽ ഏത് ഊരിയെടുത്താലും ത്രിസർപ്പകേകം ഊരാകുടുക്കായി മാറും. ഗൗതമൻ പുസ്തകവുമായി വാതിലിന്റെ അടുത്തേക്ക് നടന്നു. 3 തലയുള്ള സർപ്പത്തെ സൂക്ഷ്മമായി പരിശോധിച്ചു. പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. 3 തലകളും ഉടലിൽ നിന്ന് വേർപെടുത്തിയെടുക്കാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷെ ശരിയായ ഇണക്കുസൂത്രമായ തല കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അയാൾ വീണ്ടും പുസ്തകത്തിന്റെ താളുകൾ മറിച്ചു. വെള്ളം തളിച്ചപ്പോൾ തെളിഞ്ഞു വന്ന താളുകളിൽ അവസാന താളിലുള്ള ത്രിസർപ്പകേകത്തിന്റെ ചിത്രം അപ്പോഴാണ് ശ്രദ്ധിച്ചത്. ആ ചിത്രത്തിന്റെ താഴെയായി ചില അടയാളങ്ങൾ കാണുന്നുണ്ട്. 9 ഇതളുകളുള്ള മേപ്പിൾ ഇലയോട് രൂപസാദൃശ്യം തോന്നുന്ന ഒരു ഇല, ഒരു താലത്തിൽ കത്തുന്ന തീ, ത്രിസർപ്പകേകത്തിന്റെ വാലിന്റെ അറ്റത്ത് ഒരു നക്ഷത്ര ചിഹ്നം. ഇത്രയുമാണ് ചിത്രത്തിൽ അസാധാരണമായി കാണാൻ കഴിയുന്നത്. ത്രിസർപ്പകേകത്തിന്റെ ഇണക്കിയ സൂത്രമായ അതിൽ നിന്നും വേർപെടുത്തേണ്ടുന്ന തല കണ്ടെത്താനുള്ള സൂചനകളാണതെന്ന് ഗൗരവന് ഉറപ്പായിരുന്നു. അയാൾ അവിടെ വളർന്നു നിന്നിരുന്ന ചെടികളുടെ എല്ലാം ഇലകൾ ശ്രദ്ധിച്ചു. പക്ഷെ 9 ഇതളുകളുള്ള മേപ്പിൾ ഇലയുടെ മാതൃകയിലുള്ള ഒരു ഇല പോലുമുള്ള ചെടികൾ കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഇല കണ്ടെത്താൻ കഴിയാത്തതൊന്നും ഗൗതമനെ നിരാശനാക്കിയിരുന്നില്ല.
അയാൾ ചിത്രത്തിന്റെ സർപ്പത്തിന്റെ വാലറ്റത്ത് കണ്ട നക്ഷത്രചിഹ്നം പരിശോധിച്ചു. പക്ഷേ ചിത്രത്തിൽ കണ്ടതുപോലെ ഒരു നക്ഷത്രചിഹ്നം സർപ്പത്തിന്റെ വാലറ്റത്തുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ആ നക്ഷത്രചിഹ്നം ഇണയ്ക്ക് സൂത്രം തുറക്കുന്നതിനുള്ള നിർണായകമായ എന്തെങ്കിലും സൂചനയാവണം. സർപ്പത്തിന്റെ വാലറ്റം തറയുടെ നേരെയുള്ള ദിശയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ വാതിലിന്റെ അഗ്രം കാണാൻ കഴിയുന്നില്ല. ഗൗതമൻ സർപ്പത്തിന്റെ വാലിന് നേരെ തറയിൽ മലർന്നു കിടന്ന് മുകളിലേക്ക് നോക്കി. ഇപ്പോൾ സർപ്പത്തിന്റെ വാലറ്റം കാണാൻ കഴിയുന്നുണ്ട്. വാലറ്റത്ത് നിന്നും മുകളിലേക്കൊരു ദ്വാരം മാത്രമാണുള്ളത്. ഈ ദ്വാരം എവിടെ അവസാനിക്കുന്നു എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. അയാൾ എഴുന്നേറ്റ് വള്ളിക്കുടലിന്റെ ചോട്ടിലെ സിമെന്റ് ബെഞ്ചിൽ വന്നിരുന്നു. വിശക്കുന്നുവെന്ന് തോന്നിയപ്പോൾ ബാഗിൽ നിന്നും കുറച്ച് കശുവണ്ടിയും ഡ്രൈ ഫ്രൂട്ട്സും കഴിച്ച് വെള്ളം കുടിച്ചു. എന്നാലും ആ 9 ഇതളുകളുള്ള ആ ഇലകൾ എവിടെയായിരിക്കും ഉള്ളത്? ഇലയെക്കുറിച്ച് ചിന്തിച്ച് ഗൗതമൻ ബാഗ് എടുത്ത് തലയ്ക്കൽ വെച്ച് സിമെന്റ് ബെഞ്ചിൽ നടു നിവർത്തി കിടന്നു. 9 ഇതളുകളുള്ള ഇലകൾക്ക് വേണ്ടി അയാളുടെ കണ്ണുകൾ അവിടമാകെ പരതിക്കൊണ്ടേയിരിക്കുന്നു. ഇടയ്ക്കെപ്പോഴോ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയ ഗൗതമൻ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. മുകളിലേക്ക് നോക്കി. അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 9 ഇതളുകളുള്ള ഇലകളിതാ തൻ്റെ കൺമുന്നിൽ. ചുറ്റും ഇലകൾ പരതിയ തൻ്റെ കണ്ണുകൾ വള്ളിക്കുടിലിൻ്റെ ഇലകൾ മാത്രം ശ്രദ്ധിച്ചിരുന്നില്ല. അയാൾ സിമെന്റ് ബെഞ്ചിൽ എഴുന്നേറ്റ് നിന്ന് വള്ളിച്ചെടിയിൽ നിന്നും വലിപ്പമുള്ള കുറച്ച് ഇലകൾ പറിച്ചെടുത്തു. പറിച്ചെടുത്ത ഇലകളും ബാഗിലുണ്ടായിരുന്ന കർപ്പൂരവും എടുത്ത് ഗൗതമൻ വാതിലിൻ്റെ അടുത്തെത്തി. ചിത്രത്തിൽ കണ്ടത് താലത്തിൽ കത്തുന്ന തീയാണ്. താലത്തിന് ഈ സാഹചര്യത്തിൽ വേറെ മാർഗങ്ങളൊന്നും കാണാത്തതിനാൽ അയാൾ അവിടെ കിടന്ന ഒരു പരന്ന കല്ലെടുത്ത് സർപ്പകേകത്തിന്റെ വാലിന് സമാന്തരമായി തറയിൽ വെച്ചു. ഇലകളും ചിത്രത്തിൽ കണ്ടതുപോലെ കല്ലിന് സമീപം വെച്ച് കല്ലിലൊരു കർപ്പൂരക്കട്ട വെച്ച് കത്തിച്ചു. കർപ്പൂരം കത്തി തീരാറായിട്ടും ഒന്നും സംഭവിച്ചില്ല. എന്നിട്ടും പ്രതീക്ഷ കൈവിടാതെ കർപ്പൂരക്കട്ടകൾ ഓരോന്നായി കത്തിയതും അയാൾ തീയിലേക്ക് നിക്ഷേപിച്ചുകൊണ്ടേയിരുന്നു. അവസാനം 2 കർപ്പൂരക്കട്ടകൾ കയ്യിൽ അവശേഷിക്കും വരെ അയാളത് തുടർന്നു. ഇനിയൊന്നും സംഭവിക്കില്ലെന്ന് അയാൾക്ക് തോന്നി. നിരാശയോടെ അവശേഷിച്ച 2 കർപ്പൂരക്കട്ടകളുമായി അയാൾ എഴുന്നേറ്റു. പെട്ടെന്നൊരു ചെറുകാറ്റിൽ കല്ലിന്റെ അരികിലിരുന്ന ഇലകൾ കത്തിക്കൊണ്ടിരുന്ന തീയിലേക്ക് വീണു. നേർത്ത സുഗന്ധത്തോടെയും പച്ചപ്പുകയോടും കൂടി ഇലകൾ എരിയാൻ തുടങ്ങി. തീയിൽ നിന്നും ഉയർന്ന പച്ചപ്പുക സർപ്പത്തിന്റെ വാലറ്റത്തെ ദ്വാരത്തിലേക്ക് കടന്ന് 2 നിമിഷം കഴിഞ്ഞതും സർപ്പത്തിന്റെ ഇടത് തലയുടെ നിറം മാറാൻ തുടങ്ങി. സമയം കഴിയുന്തോറും സർപ്പത്തിന്റെ തല കറുത്തു വന്നു. കണ്ണുകൾ ചുവന്ന് രക്തങ്ങൾ പോലെ തിളങ്ങി. ഗൗതമൻ പെട്ടെന്ന് തന്റെ ബാഗും സാമഗ്രികളും എടുത്തു. വാതിലിന് മുന്നിൽ വന്നു നിന്ന് സകല ദൈവങ്ങളെയും കാരണവന്മാരെയും മനസ്സിൽ ധ്യാനിച്ച് സർപ്പകേകത്തിന്റെ നിറം മാറിയ ഇടത് തലയിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. തല ഊരിയെടുത്തതും നിമിഷങ്ങൾക്കകം ഞെരുക്കത്തോടെ വാതിൽ തുറക്കപ്പെട്ടു. വാതിൽ തുറന്നതും ഗൗതമൻ പെട്ടെന്ന് തന്നെ അകത്ത് കിടന്നു. അകത്ത് കയറി മുറിയുടെ കോലം കണ്ട് അയാൾ അമ്പരന്ന് നിൽക്കിയ വലിയ ശബ്ദത്തോടുകൂടി വാതിൽ തനിയെ അടയപ്പെട്ടു. വാതിലടഞ്ഞപ്പോൾ തെല്ലൊന്ന് പരിഭ്രമിച്ചെങ്കിലും ഗൗതമൻ ധൈര്യം സംഭരിച്ചു നിന്നു. ഒരു കൊടും വനത്തിലകപ്പെട്ട പ്രതീതിയായിരുന്നു വാതിലടഞ്ഞതും മുറിക്കകത്ത്. ഇതുവരെ കണ്ട മുറികളേക്കാൾ 2 ഇരട്ടി വലിപ്പമുണ്ട് ഈ മുറിക്ക്. 4 ഭിത്തികൾക്കുള്ളിൽ ഒരു വനം. നിറയെ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. മേൽക്കൂരയില്ലാത്ത മുറിയാണെങ്കിലും മരങ്ങളുടെ ശിഖരങ്ങൾ പരസ്പരം കെട്ടുപിണഞ്ഞ് ഓർക്കപ്പെട്ടിരിക്കുന്നതിനാൽ സൂര്യപ്രകാശം വളരെ തുച്ഛമായി മാത്രമാണ് മുറിയുടെ അങ്ങിങ്ങായി ലഭിക്കുന്നത്. മുറിക്ക് അകത്ത് കയറിയതും ഒരു പോസിറ്റീവ് എനർജിയുടെ പ്രഭാവം ഗൗതമന് അനുഭവപ്പെട്ടു. ശ്വസിക്കുന്ന വായുവിനും മരശിഖരങ്ങൾക്കിടയിലൂടെ പരക്കുന്ന വെളിച്ചത്തിനുമെല്ലാം എന്തോ പ്രത്യേകതയുള്ളതായി തോന്നി അയാൾക്ക്. ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങൾക്കും മരമുകളിൽ നിന്നും തൂങ്ങിയിറങ്ങി നിൽക്കുന്ന വള്ളിപ്പടർപ്പുകൾക്കുമിടയിലൂടെ മുന്നോട്ട് നടന്നു. ചെറിയ ഇരുട്ട് വരുന്ന മരക്കൂട്ടങ്ങൾക്കിടയിൽ അങ്ങിങ്ങായി നൈമിത്രി പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നുണ്ട്. നൈമിത്രി പൂക്കളുടെ വയലറ്റ് നിറത്തിലുള്ള പ്രകാശം മരക്കൂട്ടങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നതായി തോന്നി ഗൗതമന്. മുൻപോട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ മരക്കൂട്ടത്തിൻ്റെയും വള്ളിപ്പടർപ്പുകളുടെയും മധ്യഭാഗമെന്ന് തോന്നുന്ന ഭാഗത്തായി ഒരു പ്രകാശവലയം അയാൾ കണ്ടു. ആകാംക്ഷയോടെ ഗൗതമൻ അതിൻ്റെ നേരെ നടന്നു. അതിനോടടുക്കുന്തോറും തനിക്ക് ചുറ്റും പ്രകാശം പരക്കുന്നത് അയാൾ അറിഞ്ഞു. അതിനടുത്ത് ചെന്നതും അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു കുളം നിറയെ നൈമത്രി പൂക്കളാൽ നിറഞ്ഞിരിക്കുകയാണ്. കുളക്കരയിലെ മരത്തിൽ നിന്നും ഇടതൂർന്ന് പൊഴിഞ്ഞു വീഴുന്നുണ്ട് നൈമത്രി പൂക്കൾ. കുളത്തിൽ നിന്നും കൈക്കുമ്പിളിൽ നൈമത്രി പൂക്കൾ കോരിയെടുത്ത് ഗൗതമൻ ഇരുട്ട് നിറഞ്ഞ ഭാഗങ്ങളിലേക്ക് നടന്ന് മുറിയുടെ വാതിലുകൾ തിരഞ്ഞു. മുറിയുടെ ചുവരുകളുടെ 4 വശവും തിരഞ്ഞെങ്കിലും ഒരു വാതിൽ മാത്രമാണ് ഗൗതമന് കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷെ ആ വാതിലിന് ചിത്രപ്പണികളോ അസാധാരണമായ സൂചനകളോ ഒന്നും തന്നെയില്ല. മാത്രമല്ല ആ വാതിൽ തുറന്നു കിടക്കുകയാണ്. അയാൾ ചിന്താവിഷ്ടനായി നൈമത്രി പൂക്കൾ വീണ് നിറഞ്ഞ കുളക്കരയിൽ വന്നിരുന്നു. ഇനി ഈ കുളത്തിനകത്ത് വല്ലതുമായിരിക്കുമോ അടുത്ത വാതിൽ? ഒരു നിമിഷം അങ്ങനെ പോലും ചിന്തിച്ചു പോയി ഗൗതമൻ. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് കഴിഞ്ഞ മുറിയിൽ നിന്നും കിട്ടിയ സർപ്പകേകത്തിന്റെ ഉത്തരസൂചികയായിരുന്ന പുസ്തകത്തെക്കുറിച്ച് ഓർത്തത്. ഗൗതമൻ ബാഗ് തുറന്ന പുസ്തകം പുറത്തെടുത്തു. ആദ്യം പുസ്തകം കിട്ടിയപ്പോഴുണ്ടായിരുന്നത് പോലെ തന്നെ മുഴുവൻ താളുകളും ശൂന്യമാണിപ്പോൾ. അയാൾ പുസ്തകവും ബാഗും എടുത്ത് കുളക്കരയിൽ നിന്നും കുറച്ചു ദൂരേക്ക് മാറിയിരുന്നു. അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന കുറച്ച് ഉണക്കമരക്കുമ്പോഴും ചുള്ളിക്കമ്പുകളും കൂട്ടിയിട്ട് അയാൾ ചെറിയൊരു തീ കൂട്ടി. തീ കൂട്ടുമ്പോൾ ആളി കത്താതിരിക്കാൻ ഗൗതമൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തീയുടെ വെട്ടത്തിലേക്ക് അടുത്തിരുന്ന അയാൾ വീണ്ടും പുസ്തകം തുറന്നു. സർപ്പകേകത്തിന്റെ രൂപവും
ഉത്തരസൂചികയും പുസ്തകത്തിൽ തെളിഞ്ഞു വന്നതിന് കാരണം കുളത്തിലെ വെള്ളമാണെങ്കിൽ ഇവിടെയും അത്തരത്തിൽ എന്തെങ്കിലും മാർഗമുണ്ടാകും. പക്ഷെ ആ മാർഗം കണ്ടെത്താൻ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കുറച്ചു നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം ഒരു പരീക്ഷണം എന്ന പോലെ നൈമിത്രി പൂക്കൾ വീണ് നിറഞ്ഞ കുളത്തിലെ കുറച്ചു വെള്ളമെടുത്ത് ഗൗതമൻ പുസ്തകത്തിന്റെ താളുകളും നനച്ചു നോക്കി. പക്ഷെ കുളത്തിലെ വെള്ളത്തിന്റെ നനവൊന്നും പുസ്തകത്താളുകളിൽ ഒരക്ഷരവും തെളിയിച്ചില്ല. നിരാശയോടെ അയാൾ വീണ്ടും തീ കൂട്ടി അതിനരികിൽ കണ്ട മരച്ചുവട്ടിൽ വന്നിരുന്ന് മടിയിൽ പുസ്തകം തുറന്നു വെച്ചു. ഇരിക്കുന്നതിന് കുറച്ചു മാറി പലയിടങ്ങളിലായി നൈമിത്രി പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നുണ്ട്. ഗൗതമൻ തലയുയർത്തി മുകളിലേക്ക് നോക്കി. ഒരു നൈമിത്രി മരത്തിന്റെ ചുവട്ടിലാണ് താനിരിക്കുന്നത്. മരത്തിന്റെ മുകളിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ഗൗതമൻ അത് ശ്രദ്ധിച്ചത്. ആ മരത്തിൽ നിന്നും വീഴുന്ന പൂവുകൾ മറ്റ് നൈമിത്രി പൂക്കളേക്കാൾ വ്യത്യസ്തമാണ്. മറ്റു പൂക്കളേക്കാൾ അസാധാരണമാംവിധം വലിപ്പത്തിലും നിറത്തിലും വ്യത്യാസമുണ്ട്. മറ്റ് നൈമിത്രി പൂക്കളേക്കാൾ വലിപ്പക്കൂടുതലും വയലറ്റ് നിറത്തിന് പകരം വയലറ്റിനോട് സാമ്യമുള്ള നീല നിറം കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു തരം നിറമാണ്. അയാൾ മരത്തിലേക്ക് നോക്കിയിരിക്കെ ഇലച്ചാർത്തുകൾക്കിടയിൽ നിന്നും അപ്പൂപ്പൻ താടിയെപ്പോലൊരു പൂവ് സാവധാനം പറന്നിറങ്ങി മടിയിലിരുന്ന പുസ്തകത്തിലേക്ക് വീണു. അയാൾ കൗതുകത്തോടെ ആ പൂവ് കയ്യിലെടുത്ത് മുഖത്തോട് ചേർത്തു. നാസികയോട് ചേർത്തപ്പോഴാണ് ഗൗതമൻ ശരിക്കും അത്ഭുതപ്പെട്ടത്. വയലറ്റ് നിറമുള്ള നൈമിത്രി പൂക്കൾ ഒരു നേർത്ത സുഗന്ധം പോലും ഇല്ലാത്തവയാണെങ്കിൽ ഇവ ഏതൊരു മനുഷ്യന്റെയും മനം മയക്കുന്ന തരം സുഗന്ധത്തിനുടമയാണ്. മനുഷ്യന്റെ വ്യത്യസ്തമായ വൈകാരിക തലങ്ങളെ പോലും സ്വാധീനിച്ച് ആനന്ദകരമാക്കാൻ കഴിയുന്നുണ്ട് ഈ സുഗന്ധത്തിന്. പെട്ടെന്ന് പൂവ് അയാളുടെ കയ്യിൽ നിന്നും വഴുതി പുസ്തകത്തിലേക്ക് തന്നെ വീണു. വീണ്ടും ആ പൂവെടുക്കുമ്പോഴാണ് അയാളത് ശ്രദ്ധിച്ചത്. പുസ്തകത്താളിൽ പൂവ് വീണ് കിടന്നിരുന്ന അത്രയും ഭാഗത്ത് പൂവിന്റെ അതേ നീല നിറത്തിൽ ചില അക്ഷരങ്ങൾ തെളിഞ്ഞു കാണുന്നു. ഗൗതമൻ സംശയത്തോടെ വീണ്ടും പുസ്തകത്തിലേക്ക് നോക്കി. അതെ, അക്ഷരങ്ങൾ തെളിഞ്ഞു കാണുന്നു. അയാൾ ഇരിക്കുന്നതിന് ചുറ്റുഭാഗത്തായി വീണ് കിടന്നിരുന്ന കുറേയേറെ നീല നൈമിത്രി പൂക്കൾ പെറുക്കിയെടുത്ത പൂക്കൾ മടിയിൽ കൂട്ടിവെച്ച് അതിനു മുന്നിലേക്ക് പുസ്തകം തുറന്നു. ഗൗതമന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പുസ്തകത്താളുകളിൽ ഒന്നൊന്നായി അക്ഷരങ്ങൾ തെളിയുന്നു, വ്യക്തമായി വായിക്കാൻ കഴിയുന്നു. അയാൾ പലതവണ കണ്ണുകൾ കൂട്ടിത്തിരുമ്മി. ഈ കാണുന്നതൊക്കെ ഒരു സ്വപ്നമാണോ എന്ന് വരെ സംശയിച്ചു ഗൗതമൻ. ആ മരച്ചുവട്ടിൽ വന്നിരിക്കാൻ തോന്നിയ നിമിഷത്തെ അയാൾ നന്ദിയോടെ സ്മരിച്ചു. അക്ഷരങ്ങൾ തെളിഞ്ഞു കാണുന്ന താളുകൾ ഗൗതമൻ എണ്ണമെടുത്തു നോക്കി. 7 താളുകളാണ് നീല അക്ഷരങ്ങൾ തെളിഞ്ഞു കാണുന്നവ. ഗൗതമൻ പുസ്തകത്താളുകൾ ഒന്നൊന്നായി വായിച്ചു തുടങ്ങി. മരച്ചില്ലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന വെളിച്ചത്തിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അയാൾ അറിഞ്ഞു. മുറിക്കുള്ളിലെ വെളിച്ചം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നൈമിത്രി പൂക്കൾ വീണ് നിറഞ്ഞിരിക്കുന്ന കുളത്തിന്റെ ഭംഗിയുമേറി വന്നുകൊണ്ടേയിരുന്നു. പുസ്തകത്തിന്റെ ഓരോ താളുകളും വായിച്ചു കഴിയുന്തോറും ഗൗതമന്റെ മനസ്സ് ശൂന്യമായി കൊണ്ടേയിരിക്കുന്നു. പുസ്തകം വായിച്ചു കഴിഞ്ഞ് കുളക്കരയിൽ പോയി മുഖം കഴുകി വീണ്ടും മരച്ചുവട്ടിൽ വന്നിരുന്നു. അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തനിക്ക് ചുറ്റും കണ്ണോടിച്ച് ജൈവ വൈവിധ്യങ്ങളുടെ മായാജാല ലോകത്തേക്ക് അയാൾ അലിഞ്ഞു തീർന്നു. ഇങ്ങനൊരു അത്ഭുത ലോകമുണ്ടെന്ന് ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല. വീട്ടിൽ നിന്നും പാലസിലേക്ക് പുറപ്പെട്ടത് മുതൽ ഒന്നൊന്നായി ഓരോ സംഭവങ്ങളും ഗൗതമന്റെ മനസ്സിലൂടെ ഓടി പറഞ്ഞു. കുയിൽപ്പുഴയും കൗശിനിക്കാടും കൗശിനിക്കാടിന്റെ ജൈവ വൈവിധ്യങ്ങളും നൈമിത്രി പൂക്കളും കാടിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഊരാക്കുടുക്കുകളും അപ്രതീക്ഷിതമായി മുന്നിൽ തെളിഞ്ഞ ഊരാക്കുടുക്കുകളുടെ പോംവഴികളും പുൽമേടുകളും പാലസും സൂത്രപ്പൂട്ടുകളും അവസാനം എത്തപ്പെട്ട ഈ മുറിയും നൈമിത്രി പൂക്കൾ വീണ് നിറഞ്ഞ കുളവും പുസ്തകത്തിലെ അക്ഷരങ്ങൾ തെളിയിച്ചു തന്ന നീല നൈമിത്രി പൂക്കളും ഈ കാഴ്ചകളും അനുഭവങ്ങളും തന്നെയാണ് താളിയോലക്കെട്ടിൽ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്ന കോഹിന്നൂർ രത്നത്തേക്കാൾ വിലപിടിപ്പുള്ള അത്ഭുതങ്ങൾ. പുസ്തകത്തിലും നീല അക്ഷരങ്ങളിൽ തെളിഞ്ഞു വന്നത് ഇത് തന്നെയാണ്. കൗശിനിക്കാടും പാലസും സൂത്രപ്പൂട്ടുകളും നൽകുന്ന അനുഭവങ്ങൾ തന്നെയാണ് നീ കണ്ടെത്തുന്ന വിലമതിക്കാനാകാത്ത നിധികൾ. ഇവിടെ നിന്നും മടങ്ങാനുള്ള വഴിയാണ് മുറിയിൽ കണ്ടെത്തിയ ഒരേ ഒരു വാതിൽ. ചിന്തകളുടെ അവസാനം ഗൗതമൻ മയക്കത്തിലേക്ക് വഴുതി വീണു. മരച്ചില്ലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങിയ വെളിച്ചവും മരക്കൊമ്പുകളിൽ കൂടുകൂട്ടിയിരിക്കുന്ന പക്ഷികളുടെ പുലർക്കാല സംഗീതവും ഗൗതമനെ ഉറക്കത്തിൽ നിന്നും ഉണർത്തി. ഉറക്കമുണർന്നതും ഗൗതമൻ ബാഗുമെടുത്ത് മുറിയിൽ കണ്ടെത്തിയ തുറന്നു കിടന്ന വാതിലിലൂടെ പുറത്തേക്ക് നടന്നു. പുറത്തേക്ക് നടക്കുന്നത് ഒരു തുരങ്കത്തിന്റെ ഉള്ളിലൂടെയാണെന്ന് മാത്രം ഗൗതമന് മനസ്സിലായി. തുരങ്കത്തിന്റെ ഇരുവശങ്ങളിലും വള്ളിപ്പടർപ്പുകൾ വളർന്നിറങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് ഗൗതമൻ കാൽ വഴുതി ആഴങ്ങളിലേക്ക് വീണുപോയി. എവിടെയൊക്കെയോ തട്ടിത്തടഞ്ഞ് നിരങ്ങിയും തെങ്ങിയും എങ്ങോട്ടോ പോവുകയാണ്. പെട്ടെന്ന് കണ്ണുകളിലേക്ക് പ്രകാശം തുളച്ചു കയറുന്നത് പോലെ തോന്നി അയാൾക്ക്. കണ്ണുകൾ ഇറക്കിയടിച്ചപ്പോഴേക്കും എവിടെയോ തടഞ്ഞു കിടക്കുന്നതായി തോന്നി ഗൗതമന്. അയാൾ കൈകൾ കൊണ്ട് ചുറ്റും കണ്ണു തുറക്കാതെ തന്നെ പരിധി നോക്കി. പുല്ലുപോലെ എന്തോ വളർന്നു നിൽക്കുന്നിടത്താണ് താൻ കിടക്കുന്നതെന്ന് ഗൗതമന് മനസ്സിലായി. വളരെ പ്രയാസപ്പെട്ട് അയാൾ കണ്ണുകൾ തുറന്നു. കിടക്കുന്ന സ്ഥലം കണ്ട് അമ്പരന്ന് പോയി അയാൾ. താൻ കടന്നെത്തിയ കുയിൽപ്പുഴയുടെ കരയിലാണിപ്പോൾ. കിഴക്കങ്കാറ്റിൽ സംഗീതം മൂളുന്ന കുയിൽപ്പുഴയുടെ അതേ കടവിൽ. ഗൗതമൻ കിടന്ന സ്ഥലത്തു നിന്നും എഴുന്നേറ്റ് വീണ് കിടന്ന ഭാഗത്തിന് മുകളിലേക്ക് നോക്കി. ഒരു കുന്നിൻ ചെരുവാണത്. കുന്നിൻ മുകൾ ഭാഗം മുഴുവനും വള്ളിപ്പടർപ്പുകൾ തിങ്ങി വളർന്നു നിൽക്കുന്നു. വള്ളിപ്പടർപ്പുകൾ കണ്ടപ്പോഴേ താൻ താഴെ എത്തിയത് എങ്ങനെയാണെന്ന് ഗൗതമന് ഊഹിക്കാൻ കഴിഞ്ഞു. മുറിയിൽ നിന്നും പുറത്തേക്കുള്ള തുരങ്കം അവസാനിക്കുന്നത് കുന്നിൻമുകളിലെ വള്ളിപ്പടർപ്പുകൾക്കുള്ളിലാണ്. ഗൗതമൻ ഒരു നേർത്ത മന്ദഹാസത്തോടെ ബാഗുമെടുത്ത് കുയിൽപ്പുഴ കടന്നു നടന്നു. ഈ ദിവസങ്ങൾ തന്ന അനുഭവങ്ങളും കാഴ്ചകളും മനസ്സിനുള്ളിൽ കൂട്ടിവെച്ച്
ഗൗതമൻ തിരിഞ്ഞു നോക്കാതെ നടന്നു. അപ്പോഴും കിഴക്കൻ കാറ്റിൽ പാടുന്ന കുയിൽപ്പുഴയുടെ സംഗീതം ഗൗതമൻ്റെ കാതുകളിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു. കഥ അവസാനിച്ചിരിക്കുന്നു. ഒരു പ്രത്യേക സ്റ്റോറിയാണല്ലേ. കുറച്ചൊക്കെ നമുക്ക് കാട്ടിലൂടെ സഞ്ചരിച്ച ഫീലിങ്സൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അത് മാത്രമല്ല, ഒരു വെറൈറ്റി കഥയാണല്ലേ. ഇങ്ങനത്തെ വെറൈറ്റി കഥകൾ ഞാൻ വരും. എപ്പോഴും ഈ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ആണല്ലോ, വെറൈറ്റി ആവണ്ടേ, അതിനു വേണ്ടിയാണ്